നമസ്തേ. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽപ്പെട്ട പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം. സൈനിക വേഷത്തിലെത്തിയ ഭീകരരാണ് സഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ചത്. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക വിവരം. മരണസംഖ്യ ഉയരുമെന്നാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചത്. ഭീകരാക്രമണത്തെ സൗദിയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ഭീകരത ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ലെന്നും ഭീകരവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് തിരിച്ചു. 8 മണിയോടെ അദ്ദേഹം അവിടെ എത്തും. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് TRF ഏറ്റെടുത്തിട്ടുണ്ട്. കശ്മീർ താഴ്വരയെ വീണ്ടും അശാന്തമാക്കാനുള്ള ദുഷ്ടശക്തികളുടെ ശ്രമം. ജനറൽ ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകൻ ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, പൂർവ്വ സൈനിക പരിഷത്തിൻ്റെ പ്രതിനിധി, BJP നേതാവ് കൂടിയായ കേണൽ S. ഡിന്നി, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, കോൺഗ്രസിൻ്റെ വക്താവ് ഡോക്ടർ സോയ ജോസഫ് എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം കേണൽ ഡിന്നിയിൽ നിന്ന് തുടങ്ങിയാണ്. കേണൽ ഡിന്നി, ഉച്ചവരെ ശാന്തമായിരുന്നു ഈ സ്ഥലം. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന ബേസൺ താഴ്വര ഒരുപക്ഷെ താങ്കൾക്ക് നന്നായി അറിയാം. 3 മണിയോടെയാണ് ഭീകരവാദികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഭീകരവാദികൾ ആക്രമണം നടത്തിയ സൈനിക വേഷത്തിലെത്തിയ ഭീകരവാദികൾ അവർ തുരുതുര നിറയൊഴുക്കിയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കർണാടകത്തിൽ നിന്ന് പോയവർ ഈ കൂട്ടത്തിൽ, വിനോദസഞ്ചാരികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. TRF അത് പാകിസ്ഥാൻ ആഭിമുഖ്യമുള്ള ഒരു സംഘടന കൂടിയായിരിക്കില്ലേ എന്നാണ് താങ്കളുടെ നിരീക്ഷണം? ശ്രീ അനിൽ, ഒരു അറ്റാക്ക് തന്നെയാണ് നടന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ആണ് കശ്മീരിൽ ഇതുപോലുള്ള ഒരു സംഭവം ഞാൻ കാണുന്നത്. ഞാൻ ഏകദേശം 7-8 വർഷം കശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഇതുപോലെ ഒരു ടൂറിസ്റ്റിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് എനിക്ക് തോന്നുന്നു അടുത്തങ്ങ് നടന്നു. ഈ ഒരു സ്ഥലം അങ്ങ് പറഞ്ഞ പോലെ വളരെ ശാന്തമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അമർനാഥ് യാത്ര ചെയ്യുന്ന സദേൺ റൂട്ടിന്റെ ഭാഗമായിട്ടുള്ള പഹൽഗാം വഴിയൊക്കെ പോകുന്ന ഒരു ഏരിയയാണ്. അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ആളുകൾക്ക് ഈ ട്രെക്കിങ്ങിനൊക്കെ പോവാം. അതായത് അവിടെ നല്ലൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ട്രെക്ക് ചെയ്ത് മലയിലൂടെ ഒക്കെ നടന്ന് താഴെ വരാൻ പറ്റുന്ന ഏരിയയാണ്. ധാരാളം ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പം കശ്മീരിൽ കഴിഞ്ഞ മാർച്ച് 12-ാം തീയതി ഒമർ അബ്ദുള്ള കണക്കുകൾ കൊടുക്കുകയായിരുന്നു എത്രമാത്രം ടൂറിസ്റ്റുകൾ വന്നു എന്നുള്ളത്. ഏകദേശം 2 കോടിക്ക് മുകളിൽ ഉള്ള ടൂറിസ്റ്റാണ് കഴിഞ്ഞ വർഷം, റെക്കോർഡ് ടൂറിസ്റ്റാണ് കഴിഞ്ഞ വർഷം വന്നതാണ് അദ്ദേഹം പറയുന്നതും. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പം ഒരിക്കലും നമ്മൾ കശ്മീരിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇതുവരെ, അതായത് ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഫോർമുല റേസ് നടക്കുന്നു, സിനിമകൾ തിരിച്ചു വരുന്നു, സിനിമ ഷൂട്ടിംഗ് തിരിച്ചു വരുന്നു, ടൂറിസ്റ്റുകൾ തിരിച്ചു വരുന്നു. അപ്പൊ ഇതെല്ലാം ഒരു വളരെ ശാന്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലത്തെ ഉള്ള ഒരു കവേർഡ്ലി അറ്റാക്ക് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നടക്കുന്നത്. അതിന്റെ സമയവും അതിന്റെ സ്ഥലവും വളരെ കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്തതാണ്. ഈ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അവിടെ ഈ സ്ഥലത്തൊന്നും എപ്പോഴും ആർമി അല്ലെങ്കിൽ ആർമിയുടെ ഒരു പ്രസൻസ് കാണില്ല. കാരണം ടൂറിസ്റ്റിന്റെ ഇടയ്ക്ക് പോയി ആർമി നിൽക്കുക അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സ് നിൽക്കുന്നത് അവരുടെ ഒരു പ്രൈവസി മറ്റു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് അങ്ങനെയുള്ള ഒരു രീതിയല്ല. അപ്പൊ ഈ സമയം നോക്കൂ, എപ്പോഴാണ് അവർ ചൂസ് ചെയ്തേക്കുന്നത്. അതായത് ഇന്ന് ഭാരതത്തിൽ US പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് വന്ന സമയം, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോയ സമയം, സൗദി അറേബ്യ പോലെ ഇത്രയും വലിയ ഒരു രാജ്യം, നമുക്ക് വളരെയേറെ വേണ്ടപ്പെട്ട ഒരു രാജ്യം, നമ്മൾ വളരെ ശക്തമായിട്ട് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു രാജ്യം, അവിടെ പോയ സമയത്താണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുന്നത്. ഇപ്പൊ ഒരു ലോകത്ത് എല്ലാം ചർച്ചയാവുന്ന ഒരു രീതിയിലേക്കാണ് ഇത് മാറുന്നത്. ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് അത് വെറും ഒരു പേര് മാത്രമാണ്. അത് ആക്ച്വലി പക്ക ലഷ്കർ എ തയ്യബ തന്നെയാണ്. അതിനകത്ത് യാതൊരു അവർ ഈ വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ മാത്രമാണ്. കാരണം കേൾക്കുമ്പോൾ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും. ദെയർ ഈസ് നോ റെസിസ്റ്റൻസ്. അത് അത് ഭീകരവാദം തന്നെയാണ്, ടെററിസത്തിന്റെ വേറൊരു ഇത് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, ഇത് നമ്മളെ കശ്മീരിനെ സംബന്ധിച്ചോളം എല്ലാത്തിലും ഒരു ലക്ഷ്മണ രേഖയുണ്ട്. അതായത് എപ്പോഴും അവിടെ ആക്രമണം നടക്കുന്ന ഒരു സ്ഥലമാണ്, വയലൻസ് നടക്കുന്ന സ്ഥലമാണ്, ടെറർ അറ്റാക്ക് നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ എല്ലാത്തിലും ഒരു ലൈൻ ഉണ്ട്, റെഡ് ലൈൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ത്രെഷോൾഡ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്മണ രേഖ എന്ന് പറയുന്നുണ്ട്. ആ ലക്ഷ്മണ രേഖയാണ് ഇന്ന്
പാകിസ്ഥാനിൽ നിന്നുള്ള ISIക്കാരും മറ്റ് ഡീപ് സ്റ്റേറ്റും ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചവൾ ക്രോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ഒരു തിരിച്ചടി കിട്ടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം ഇവർ അറ്റാക്ക് ചെയ്തേക്കുന്ന സൈനികരെ അല്ല, ഇവർ അറ്റാക്ക് ചെയ്തേക്കുന്ന തോക്ക് പിടിച്ചിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സസിനെ അല്ല, ഇവർ അറ്റാക്ക് ചെയ്തേക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വളരെ നല്ലൊരു സമയത്തിന് വേണ്ടി അവിടെ വന്ന് അവര് വന്ന് ചെലവാക്കുന്ന പൈസ കിട്ടുന്നത് കശ്മീരികൾക്ക് വേണ്ടി തന്നെയാണ്. അല്ലാതെ അവർ ചെലവാക്കുന്ന ഭാരതത്തിലുള്ള വേറെയുള്ള ആളുകൾക്ക്, അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ഉള്ള ഒരു രീതിയിൽ കൂടാണ് അവർ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു തിരിച്ചടി കിട്ടും അല്ലെങ്കിൽ കൊടുക്കും എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ബിക്കോസ് എന്റെ പേഴ്സണൽ ഫീലിംഗ് അല്ലെങ്കിൽ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളത് റെഡ് ലൈൻ ഹാസ് ബീൻ ക്രോസ്. ആ റെഡ് ലൈൻ ഈ ടൂറിസ്റ്റിനെ, അതായത് അൺആംഡ് ആയിട്ടുള്ള തോക്കുകളില്ലാത്ത അങ്ങനെയുള്ള വ്യക്തികളെ, സ്ത്രീകളെയും ആണുങ്ങളെയൊക്കെ ഇതുപോലെ ചെയ്യണമെങ്കിൽ അതിന് ഇന്നത്തെ ഭാരതം അത് കണ്ടില്ല, അല്ലെങ്കിൽ പണ്ടത്തിലെ കടി നിന്ദ എന്ന് പറയുന്ന പോലെ കാര്യങ്ങളൊന്നും അല്ല. അതിന് ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ വളരെ ഒരു മനസ്സിനകത്ത് എന്താ പറയുക, വളരെ വേദന തോന്നുന്ന ഒരു രീതി തന്നെയാണ്. കാരണം പുതിയതായിട്ട് കല്യാണം കഴിച്ച് പോകുന്ന ഹണിമൂണിന് വേണ്ടി പോകുന്നവര്, വയസ്സായ ആളുകൾ, ഫാമിലി ആയിട്ട് പോകുന്നവര്, അപ്പൊ ഇവരൊക്കെ ഒരിക്കലും അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് ഇപ്പം കുറെ നാളുകളായിട്ട് കശ്മീരിൽ നടക്കാത്തതുകൊണ്ട് അവരൊന്നും അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ അറ്റാക്ക് വേറൊരു വർഷം കൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഭാരതത്തിന്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ കൂടിയുള്ള ഒരു ശ്രമമായിട്ടാണ്. കാരണം പല റിപ്പോർട്ട്സ് വരുന്നത് മതപരമായിട്ട് നോക്കിയിട്ടൊക്കെയാണ് അവർ പലരെയും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതായത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോ 10 ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ് അദ്ദേഹം പുറത്തു പോയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം, അല്ലെങ്കിൽ ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വളരെയേറെ ഒരു സൈനികൻ അല്ലെങ്കിൽ സൈനിക തലവൻ സംസാരിക്കേണ്ട രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. ആ വ്യക്തിയുടെ ആ ഒരു അന്ന് പല അനലിസ്റ്റ് പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ഒരു രീതിയിലാണ് ആ ചീഫിന്റെ സംസാരം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് പ്ലാനിംഗ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട്. അതിന് വേണ്ടുള്ള നടപടി ഇനി ഭാരതം സ്വീകരിക്കും എന്നുള്ളതിനകത്ത് നമുക്ക് ആർക്കും ഒരു ആശങ്കയും വേണ്ട എന്ന് തന്നെയാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. യെസ്, സുരേഷ് സാർ, കശ്മീർ വീണ്ടും വിനോദസഞ്ചാരികളുടെ പറുദീസയായിട്ട് മാറുന്നു. കേരളത്തിൽ നിന്നടക്കം നിരവധി സഞ്ചാരികൾ പോകുന്നുണ്ട്. ഇനി ഈ ഗ്രൂപ്പിൽ കേരളത്തിൽ നിന്നുള്ളവരുണ്ടോ എന്ന് അറിയില്ല, വിശദവിവരങ്ങൾ അറിവായിട്ടില്ല. നോക്കൂ, നേരത്തെ പാകിസ്ഥാൻ്റെ സൈന്യാധിപൻ അദ്ദേഹം പുറത്തു നിന്ന് ഒരു പരാമർശം നടത്തി എന്ന് കേണൽ ഡിന്നി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശ്രീനഗറിലെ എം പി തന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈയിടെ നടത്തുകയുണ്ടായി. അതായത് ഒരു കൾച്ചറൽ ഇൻവേഷൻ, സാംസ്കാരിക അധിനിവേശം നടക്കുന്നു. കാരണം കുറേ പേർ അങ്ങോട്ട് പോവുകയാണല്ലോ. അപ്പോൾ അവർ പാലിച്ചു വരുന്ന ഈ മുസ്ലിങ്ങളുടെ ഒരു രാജ്യം എന്ന രീതിയിൽ തന്നെ കണക്കാക്കിയിരുന്ന, ഒരു സ്വതന്ത്ര രാജ്യം എന്ന് കണക്കാക്കിയിരുന്ന ഒരു പ്രദേശത്ത് മറ്റുള്ളവർ ഇടിച്ചു കയറുന്നു. അവരുടെ സംസ്കാരത്തെ, അവർ അനുവർത്തിച്ചു പോരുന്ന ആചാരങ്ങളെ ഒക്കെ കടന്നാക്രമിക്കുന്ന ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നു എന്ന രീതിയിൽ ശ്രീനഗറിൽ നിന്നുള്ള MP തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മാത്രമല്ല, കേണൽ ഡിന്നി ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സമയം, അവർ തിരഞ്ഞെടുത്ത സമയം, US വൈസ് പ്രസിഡന്റ് ഇവിടെയുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സൗദിയിലാണ്. ഈ സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ശ്രീനഗറിലേക്ക് പോകാൻ നിർദ്ദേശിച്ചത്. ഇപ്പോൾ വീണ്ടും അശാന്തമാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം അത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിനായി ലഷ്കർ-ഇ-തോയ്ബയെ പേര് മാറ്റി ഇറക്കുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആണനിൽ കേണൽ ഡിന്നി പറഞ്ഞ മാതിരി ദ പ്ലേസ് ഓഫ് ദ ചൂസിങ് ആൻഡ് ദ ടൈം ഓഫ് ദ ചൂസിങ്, അതാണ് അവർ ചെയ്തേക്കുന്നത്. അവർക്ക് വേണ്ട സമയം, വേണ്ട സ്ഥലം തിരഞ്ഞെടുത്തു. എപ്പോഴും കേണൽ ഡിന്നിക്ക് അറിയാം, ഒരു ദേശീയ ഓൾവേസ് ടെററിസ്റ്റ് എപ്പോഴും 100% ലക്കി ആവേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ലക്കി ആയാൽ സെക്യൂരിറ്റി ഫോഴ്സസ് അങ്ങനെ 100% ലക്കി ആയിരിക്കാം. ഈ ടെററിസ്റ്റിന് വേണ്ട ഏറ്റവും വലിയ പബ്ലിസിറ്റി. അവർക്കതാണ്, ഒരാൾ മരിച്ചാലോ 25 പേര് മരിച്ചാലോ 100 പേര് മരിച്ചാലോ പബ്ലിസിറ്റിയാണ് അവർക്ക് വേണ്ടത്. അത് നമ്മൾ മുംബൈ ആക്രമണത്തിലും കണ്ടിരുന്നു, ജർമ്മൻ ബേക്കറി ബ്ലാസ്റ്റിൽ കണ്ടിരുന്നു, ഹൈദരാബാദിലെ ലുംബിനി പാർക്കിലെ ബ്ലാസ്റ്റിൽ കണ്ടിരുന്നു. പിന്നെ കുറെ ബ്ലാസ്റ്റുകൾ പണ്ട് നടന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ MP-യുടെ സ്റ്റേറ്റ്മെന്റിനെ പറ്റി വേറൊരു ഡിബേറ്റ് ചർച്ച ചെയ്തിരുന്നാണ്. എനിക്ക് തോന്നുന്നു ജാനുവരി 9 എങ്ങാണ് ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. ഈ സ്റ്റേറ്റ്മെന്റ്
കൾച്ചറൽ ഇൻവേഷൻ നടന്നു. എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു ഈക്വൽ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യാനുള്ളത് എവിടുത്തെ ഞങ്ങളുടെ ഹൈദരാബാദ് MP അസദുദ്ദീൻ ഒവൈസി 3 ദിവസം മുമ്പ് വലിയൊരു റാലി നടത്തി ഹൈദരാബാദ്. അതിൽ ഇതേ വാർണിംഗ് ആണ് കൊടുത്തത്, ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇതാണ് ക്ലിയർ വാർണിംഗ് ആണ്. ഇപ്പൊ ഒവൈസി ജീവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിന്റെ വാർണിംഗ് വളരെ ക്ലിയർ ആണ്. പിന്നെ ഇങ്ങോട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് നോക്കാൻ മുർഷിദാബാദിൽ നടന്ന വയലൻസ്, ഹിന്ദുക്കളുടെ വീട് പുറത്ത് പെയിന്റ് വെച്ചിട്ട് മാർക്ക് ഔട്ട് ചെയ്തിട്ടാണ് അതിനെ അവർ അറ്റാക്ക് ചെയ്തത്. ഹിന്ദുക്കളെ കൊന്നു 2 പേര്. ഇതൊക്കെ നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് തോന്നുന്നത്. പക്ഷെ അതല്ല, ഇതിന്റെ എല്ലാ ഒരു കേന്ദ്ര ബിന്ദുവാണ് ജമ്മു കാശ്മീർ. ഇതിന്റെ എല്ലാവരും നമുക്ക് എപ്പോഴും പറയും ടെറർ ഹാസ് നോ റിലീജിയൻ എന്ന് പറയും. ഇവരെപ്പോഴും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ സെക്യുലർകാർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി വരും കണ്ടോളൂ, കോൺഗ്രസിന്റെ കുറെ ട്വീറ്റ് ഒക്കെ വരും. ഞാനിപ്പോ കുറച്ചു മുമ്പ് പിണറായി വിജയനെ ട്വീറ്റ് ചെയ്ത് ചോദിച്ചു, ഒന്നും എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റോ ട്വീറ്റോ വലുതുണ്ടോ? എന്തായാലും വേറെ എവിടെ നടന്നാലും, UP-യിൽ നടന്നാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മഹാരാഷ്ട്രയിൽ നടന്നാലൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് 5 മിനിറ്റ് ട്വീറ്റ് ചെയ്യുന്ന ആളാണ് പിണറായി വിജയൻ. പക്ഷെ ഇതുവരെ ഒന്നും ഞാൻ കണ്ടില്ല. അനിൽ അറിഞ്ഞുകൊണ്ട് അനിലിന്റെ ടീമിന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇത് ട്വീറ്റ് വന്നിട്ടുണ്ട്. അല്ലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ. എനിക്ക് പറയാനുള്ള എത്രയുള്ള അനിൽ, ഇത് കേണൽ ഡിന്നിക്ക് അറിയാം, തിരിച്ചടിച്ചേ പറ്റൂ. നമ്മൾ ഉറി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്, പുൽവാമ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടിച്ചതാണ്. ഇതും തിരിച്ചടിക്കണം. പക്ഷെ ഇറ്റ് ഷുഡ് ബി അവർ ഓൺ ചൂസിങ്. ഇവർ ചൂസ് ചെയ്ത മാതിരി തന്നെ നമ്മൾ ബാലക്കോട്ടിൽ അന്ന് ചെയ്ത മാതിരി, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക്. ബിക്കോസ് ഇത് ഏതോരുത്തിന്റെ തലമ കൊണ്ട് ബോംബിടലല്ല ഇതിന്റെ പരിപാടി. ഇതിന് പ്രിസൈസ് ആയിട്ട് അടിക്കാൻ പറ്റും. നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആവട്ടെ, മിലിറ്ററി ഇന്റലിജൻസ് ആവട്ടെ, ലോക്കൽ സ്റ്റേറ്റ് ഇന്റലിജൻസ് ആവട്ടെ, ഇവർക്കൊക്കെ അറിയാം ഇതാരാ നടത്തിയെന്നുള്ളത്. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇവരെ തെരഞ്ഞു പിടിച്ച് അടുത്ത 2 ദിവസം ഇവരെല്ലാം കൊല്ലും ചെയ്യും ചിലർ. പക്ഷെ ഒരുത്തരെങ്കിലും പിടിക്കണം. നമുക്ക് അറിയേണ്ട ഇവർ എവിടുന്ന വന്നേന്ന്. ഇവരോരോ പേരൊക്കെ വെച്ചിട്ട്, പുതിയ പേരൊക്കെ വെച്ചിട്ടാണല്ലോ വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാനില്ല, പാകിസ്ഥാനിലെ ആർമി ചീഫ് ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് എല്ലാവരും കണ്ടതാണ്. പാകിസ്ഥാനാണ് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ എന്താണെന്നുള്ളത് പറ്റിയിട്ട് ഒരു വലിയൊരു എമോഷണൽ ആയിട്ടൊരു സ്പീച്ച് കൊടുത്തിരുന്നു അന്ന്. ആ സ്പീച്ചിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇതിനൊരു ടാർഗറ്റഡ് എന്താ പറയുക, ഒരു അസാസിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. നമുക്ക് എപ്പോഴും അറിയാം, കശ്മീർ ആവട്ടെ, ശ്രീനഗർ ആവട്ടെ, കുപ്വാര, ബാറാമുള്ള ഈ ഏരിയയിലൊക്കെ, ഷോപ്പിയാൻ, ഇവിടെയൊക്കെ പണ്ട് കുറെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ടുള്ളതാണ്. ഇപ്പോഴും അപ്പപ്പോ 2 അറ്റാക്ക്, ഒരു ഗ്രനേഡ് വലിച്ചെറിയൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ജമ്മുവിന്റെ അങ്ങോട്ട് അധികം അറ്റാക്ക് നമ്മൾ കണ്ടിട്ടില്ല ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസമായിട്ട്. ഇതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ടൂറിസം ഇവർക്ക് അറിയാം അനിൽ, ഈ ടൂറിസം തകർന്ന ഇവരുടെ ആൾക്കാരുടെ വരുമാനമാണ് തകരുക, അല്ലാണ്ട് വരാം. പക്ഷെ എനിക്ക് കാണുന്നത് ഈ റൂട്ട് കിടക്കുന്നത്, ഈ പറഞ്ഞ കേണൽ ഡിന്നി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അമർനാഥ് യാത്രയുടെ റൂട്ടാണ്. അമർനാഥ് യാത്രയ്ക്കുള്ള റൂട്ടാണ്. അപ്പൊ അമർനാഥ് യാത്രയെ ടാർഗറ്റ് ചെയ്തിട്ട് അതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തു. പക്ഷെ അമർനാഥ് യാത്രയുടെ സമയത്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടാവും. ഇതേമാതിരി ടൂറിസ്റ്റുകളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്ന പരിപാടി ആ സമയത്ത് ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞാൽ ഇതൊരു വേക്കപ്പ് കോളാണ്. നമ്മുടെ അവിടുത്തെ സോ കോൾ സെക്യൂരേഴ്സ് ഉണ്ട് കുറെ പേര്. അന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞല്ല, ചീഫ് ജസ്റ്റിസ് അല്ല, അപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, ഇത് ആവാൻ പോണ ചീഫ് ജസ്റ്റിസ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. ആ ചീഫ് ജസ്റ്റിസും കൊടുത്തു. 2 പേരും പറഞ്ഞു വയലൻസ് ഒന്നും നമ്മളെ കണ്ട് ഞങ്ങളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് വഖഫ് ബില്ലിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ ആലോചിച്ചൊക്കെ ആരൊക്കെ, അത് നമ്മൾ കർഷക അജിറ്റേഷന്റെ സമയത്ത് കണ്ടു അനിൽ, ഷഹീൻ ബാഗിൽ കണ്ടു, ഡൽഹി യൂണിവേഴ്സിറ്റി റയറ്റ്സിൽ കണ്ടു, ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ കണ്ടു, വെസ്റ്റ് ബംഗാളിലെ റയറ്റ്സിൽ കണ്ടു. ഇതൊക്കെ ഇവര് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അവിടെ തോക്കില്ല എന്നുള്ള ഡിഫറൻസ്, എവിടെ തോക്കുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇതിന് ശരിക്ക് നമ്മൾ അമിത്ഷായുടെ മോദിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആർമി കമാൻഡേഴ്സ് അറ്റ് ലോക്കൽ ലെവൽ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉണ്ട്. അവരത് പരിപാടി നോക്കിക്കോളും. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ കശ്മീറും നോർത്ത് ഈസ്റ്റും വിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 14-11 കൊല്ലമായിട്ട് ഒരു മേജർ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടില്ല. കശ്മീറും നമ്മൾ നോർത്ത് ഈസ്റ്റും വിട്ട് കഴിഞ്ഞു. പക്ഷെ ജമ്മു കാശ്മീരിൽ ജമ്മു ക്വയറ്റാണ്, കശ്മീരിലാണ് പ്രോബ്ലം ഉള്ളത്. ഇത് വൺസ് ആൻഡ് ഫോർ ഓൾ തീർക്കാൻ പറ്റില്ല. നമ്മൾ ഇസ്രയേലിൽ നിന്ന് കണ്ടുപിടിക്കണം. അവരെത്ര കൊല്ലമായിട്ട് ഈ ഗാസ ആവട്ടെ, ബാക്കിയുള്ള ഓക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് ആവട്ടെ, അല്ലെങ്കിൽ ലെബനൻ ആണ്, ഇവരെത്ര കൊല്ലമായിട്ട് ഇസ്രയേലി ആർമിയുടെ അടുത്തുള്ള ഇന്റലിജൻസ് വേറെ ആരുടെ അടുത്തും ഉണ്ടാവില്ല. അത്ര പ്രിസൈസ് ആയിട്ടുള്ള ഇന്റലിജൻസ് ആണ് അവരുടെ അടുത്ത് ഉണ്ടാവും. അതേമാതിരി അവരുടെ എയർഫോഴ്സ് ആവട്ടെ, അവരുടെ ബാക്കിയുള്ള ടെക്നോളജി വെച്ച് അവർ അറ്റാക്ക് ചെയ്യുന്നതാവട്ടെ, വളരെ പ്രിസൈസ് ആയിട്ടാണ് അവർ അടിക്കുക. പക്ഷെ അവർക്കും ഇതുവരെ ഈ ഗാസയിലെ ഹമാസിനെയോ അല്ലെങ്കിൽ ലെബനനിലെ ഹെസ്ബുള്ളയോ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിയാണ്, അവരുടെ ലീഡർഷിപ്പ് വൈപ്പ് ഔട്ട് ചെയ്തു. പക്ഷെ നമുക്ക് പ്രോബ്ലം എന്താണ്, നമ്മുടെ ഇവർ കിടക്കുന്നത് പാകിസ്ഥാനിലാണ്. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു, അന്നൊരു പ്രോബ്ലമായി. അന്ന് നമുക്ക് ബാലക്കോട്ട് നടന്നപ്പോൾ കേണൽ ഡിന്നി പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക്
നമ്മുടെ അടുത്ത് അന്ന് റഫാൽ ഉണ്ടെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഷൂട്ട് ആൻഡ് സ്കൂട്ടാണ് റഫാൽ. അവിടുന്ന് ഷൂട്ട് ചെയ്ത് ബോർഡറിൽ നിന്ന് തിരിച്ചു വരാൻ നമ്മുടെ എയർക്രാഫ്റ്റ്. ഇന്ന് അത് പറ്റും. ഇന്ന് അത് കാണിച്ചു കൊടുക്കണം. ഒരു യുദ്ധം ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഒരു സപ്പോർട്ട് ഉണ്ട് ഇന്ത്യക്ക്. അതെ, ഒരു സപ്പോർട്ട് നമുക്ക് വരാൻ പോകുന്നുണ്ടായിരുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ബിക്കോസ് ഈ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് US ആയാലും അത് യൂറോപ്യൻ യൂണിയൻ ആയാലും. ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ ഒരു ഡെലിഗേഷൻ എനിക്ക് ഇന്നോ നാളെയും കണ്ട് ഓൾറെഡി എത്തിക്കഴിഞ്ഞുകൊണ്ട് ശ്രീനഗറിൽ. അവർ കുപ്വാറയിലേക്ക് പോകേണ്ടതാണ് അവര്. പക്ഷെ എനിക്ക് അവരിപ്പോ പോകുന്നില്ല കുപ്വാറയ്ക്ക്. ശ്രീനഗറിൽ വെച്ച് എൻഡ് ചെയ്യേണ്ട അവരുടെ ട്രിപ്പ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവരൊക്കെ വരുന്ന സമയത്താണ് ഈ ഇങ്ങനത്തെ അറ്റാക്ക് നടക്കുന്നത്. ഞാൻ പറയണേ വൺസ് ആൻഡ് ഫോർ ഓൾ. ബിക്കോസ് ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് ഉള്ള കാരണം ഇന്ത്യക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. പ്രസിഡന്റ് ട്രംപ് ഫുൾ ബാക്കിംഗ് തന്നോളൂ. പൊളിറ്റിക്കലി നമ്മളൊരു സേഫ് സിറ്റുവേഷനിലാണ്. JD വാൻസ് അവിടെ ഉള്ളപ്പോൾ ഇത് ഭാരതത്തിന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ഇല്ല, പക്ഷെ നമുക്ക് വേണമെന്നൊന്നുമില്ല. ഇല്ല, അസിസ്റ്റൻസ് അല്ല പറഞ്ഞു ഞാൻ അനിൽ. നമുക്കൊരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രയേലും അത് അവരുടെ അടുത്ത് നല്ല ശക്തി. പക്ഷെ അവർ അടിക്കുന്നതിന് മുമ്പ് അമേരിക്ക അറിയിക്കും ഞങ്ങൾ അടിക്കാൻ പോകുന്നുള്ളത്. അതാണുള്ളത്. ബിക്കോസ് നമ്മൾ ഷുഡ് ബി പൊളിറ്റിക്കലി കറക്റ്റ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഡിപ്ലോമാറ്റിക് ഒരു ഇതിലേക്ക് കടക്കാൻ പാടില്ല. നമ്മൾ ചെയ്തു, ഞങ്ങളെ വന്ന് ചൊറിഞ്ഞു, ഞങ്ങൾ തിരിച്ചടിച്ചു. ഇതാണ്. പക്ഷെ വി വിൽ കീപ് US ഇൻ ദ ലൂപ്പ്. വി വിൽ കീപ് യൂറോപ്യൻ യൂണിയൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മെയിൻലി US ആണ്. അവരെ നമ്മുടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, കേണൽ ഡിന്നി, എന്തുകൊണ്ടായിരിക്കും ഈ വിനോദസഞ്ചാരികളെ തിരഞ്ഞെടുത്തത്? മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു പരിശോധന നടത്തി എന്നാണ് പറയുന്നത്. ഇവരാരാണ്? ഈ വിനോദസഞ്ചാരികൾ ആരാണ്? ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന പരിശോധന നടത്തിയ ശേഷമാണ് അവർക്ക് നേരെ നിറയൊഴിച്ചത് എന്ന് പറയുന്നു. മാത്രമല്ല, ആൾമാറാട്ടം നടത്തിയാണ് ഇവർ വന്നത്. ഇപ്പോൾ ANI ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഇതുവഴി ഈ ഒരു വഴിയിലൂടെ കടന്ന് പോയവരുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യന്തം ദയനീയമായിട്ടുള്ള കാഴ്ചയ്ക്കാണ് അവർ സാക്ഷ്യം വഹിച്ചത് എന്ന് പറയുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നവദമ്പതികളിൽ ആ ഭർത്താവിനെ കൊന്നു ഭാര്യയുടെ മുന്നിൽ വെച്ച്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ചത്? എന്തായിരിക്കും അതുവഴി ഇവ ലക്ഷ്യമിടുന്നത്? എന്തായിരിക്കും? ശ്രീ അനിൽ, ഇതിനകത്ത് ഈ ടൂറിസ്റ്റുകളെ അവർ ലക്ഷ്യം വെച്ചതിനകത്ത് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അവരുടെ. ആ ഉദ്ദേശങ്ങളെല്ലാം അവർ അച്ചീവ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പം പറയാം. കാരണം ഒന്ന് ഏറ്റവും ഫസ്റ്റ് സോഫ്റ്റ് ടാർഗറ്റ് ആണ്, ടൂറിസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് തോക്കോ അല്ലെങ്കിൽ അവർ ഇതൊന്നും ഇങ്ങനത്തെ അവർ നല്ലൊരു സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്നു. എന്താ പറയുക, സ്വർഗം എന്നുള്ള നിലയിൽ അവിടെ വന്ന് ഒരു ചിന്തയും ഒന്നും ഇല്ലാത്ത ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു ആളുകളാണ്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്. രണ്ടാമത്, ഇവരെല്ലാം ഭാരതത്തിന്റെ മറ്റു സംസ്ഥാനത്തിൽ നിന്ന് വരുന്നതാണ്. കശ്മീർ നമ്മുടെ സംസ്ഥാനമാണ്, പക്ഷെ ഭാരതത്തിന്റെ മറ്റു സംസ്ഥാനത്തിൽ നിന്ന് അവിടെ വരുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഭാരതത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ നേരത്തെ ശ്രീ അനിൽ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, രാജസ്ഥാനിൽ നിന്നുണ്ട്, ഇപ്പൊ മധ്യപ്രദേശിൽ നിന്നുണ്ട്. അപ്പം സോഫ്റ്റ് ടാർഗറ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ടൂറിസ്റ്റ്. അവർ വളരെ ഒന്നും അവർക്ക് അവിടെ തോക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഉള്ള ഒരു രീതിയിലല്ല അവർ നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോഫ്റ്റ് ടാർഗറ്റ് ആണ്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് മുറിവേൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് ഈ ടെററിസ്റ്റുകൾ ഉദ്ദേശിച്ചത്. മൂന്നാമതായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതപരമായിട്ടുള്ള ഭാരതത്തിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ മതത്തിനെ നോക്കി മതത്തിന്റെ ആളുകളാണ് ആരൊക്കെയാണെന്നുള്ള ഒരു വ്യത്യാസം വരുത്തി അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുകൊണ്ട് ഈ നാലാമത്തെ കാരണം, അതായത് ടൂറിസ്റ്റുകൾ ധാരാളം കശ്മീരിൽ വരുന്നുണ്ട്. അപ്പം കശ്മീർ ഒരു സാധാരണ രീതിയിലേക്ക് മാറുകയാണ്. കശ്മീരിലെ ആളുകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കശ്മീരിലെ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ബാലൻസ് ആയിട്ടുള്ള ടെററിസ്റ്റിന് പോലുള്ള സപ്പോർട്ടും ഏകദേശം തീർന്നു വരെയാണ്. അപ്പൊ ഈ ഒരു അറ്റാക്കിലൂടെ എന്ത് സംഭവിക്കും? ഇനി ടൂറിസ്റ്റുകൾ ഒന്ന് പോകാനുള്ള മടി കാണിക്കും. അപ്പം അത് വരുമ്പം അവിടുത്തെ ആളുകളെയും അവിടെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാനിപ്പോ ഓൾറെഡി കശ്മീരിലെ ധാരാളം ആളുകൾ പുറത്തു വന്നിട്ട് ഇത് ഞങ്ങളെയാണ് അറ്റാക്ക് ചെയ്തത്, ഞങ്ങളെ കുടുംബത്തെയാണ് അറ്റാക്ക് ചെയ്തെന്നുള്ള രീതിയിലൊക്കെ ആളുകളോട് സംസാരിക്കും. കാരണം ശരിയാണ്, ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കഴിക്കാനും അവരുടെ വീട്ടിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൈസ കിട്ടും. അത് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം പോകും. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ടൂറിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പറയുന്ന പോലെ ഈ ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും.
കാരണം ഒരു സൈനിക ക്യാമ്പിനെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന് അറ്റാക്ക് ചെയ്തതിനെക്കാട്ടി കൂടുതൽ ശ്രദ്ധ ആളുകളുടെ ഒരു 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 ദേഷ്യവും ആളുകളുടെ ഇതിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണവും ഒക്കെ വളരെ തീവ്രമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു കാരണവശാലും അവരൊന്നും ഈ യുദ്ധത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ ഈ ടെററിസ്റ്റിന്റെ ഭാഗമൊന്നും അല്ല. അപ്പൊ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ റിയാക്ഷൻ വരും എന്നുള്ളത് അറിയാം. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരുടെ ആഗ്രഹം. കേണൽ ഡിന്നി, എന്തായിരിക്കും അടുത്ത മൂവ് എന്തായിരിക്കും? എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം താമസിയാതെ തന്നെ ശ്രീനഗറിൽ എത്തുന്നുണ്ട്. ഇവിടെ ഒരു അവലോകനം കഴിഞ്ഞ ശേഷമാണ് അങ്ങോട്ട് തിരിച്ചത്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തോട് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോകാനും നിർദ്ദേശിച്ചു. അടുത്ത മൂവ് എന്തായിരിക്കും? എന്തായാലും ഇവരെ ഒന്നും വെറുതെ വിടില്ല എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീ അനിൽ, നമ്മുടെ മുന്നിൽ ഈ ഗവൺമെന്റിന്റെ മുൻകാല റെക്കോർഡാണ് ഇതിനെക്കുറിച്ച് നമുക്ക് അതിന്റെ ബേസിസിലാണ് നമ്മൾ വെറുതെ ഒരു എന്താ പറഞ്ഞൊരു ഒരു ഇല്ല ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു പ്രസ്ഥാനം നടക്കുന്നതല്ല. ഈ ഗവൺമെന്റിന്റെ മുൻകാല ചരിത്രം അല്ലെങ്കിൽ മുൻകാല റെക്കോർഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പുൽവാമ ആയാലും ശരി, അതിനു മുമ്പ് നടന്നിട്ടുള്ള ഉരി ആയാലും ശരി, അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി, കറക്റ്റ് ആയിട്ടുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് കാരണം അവർ കുറെ നാൾ മിണ്ടാതെ ഇരുന്നിട്ടുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക്, അതായത് ഹോം മിനിസ്റ്റർ അമിത്ഷാ അവിടെ ചെല്ലുന്നു എന്നതിന്റെ അർത്ഥം എത്രമാത്രം ഗൗരവത്തിലാണ് ഈ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് കാണുന്നതെന്നാണ്. ആൻഡ് ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണം, ഈ ഒരു അറ്റാക്ക് അതിന് ആരാണ് നടത്തിയത്, എങ്ങനെയാണ് നടത്തിയത്, ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് എന്നുള്ളതിനകത്ത് ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് കിട്ടും. അത് ചിലപ്പോൾ ഓൾറെഡി കിട്ടിക്കാണും, അല്ലെങ്കിൽ അത് കിട്ടാൻ വലിയ താമസമൊന്നും വേണ്ട. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെയ്തവരെന്തായാലും ന്യൂട്രലൈസ് ആവും, അല്ലെങ്കിൽ അവരെ തീർക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ഒരാളുകൾ, അത് പാകിസ്ഥാനിലൊക്കെ ഇരുന്ന് ISIലും അവിടെയൊക്കെ ഇരുന്നത്, അവർക്കും കിട്ടും. അത് യാതൊരു സംശയം വേണ്ട. അത് ഞാൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഇത് ചെയ്ത ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട് ആ ഒരു മറുപടി, ആ ഒരു പണിഷ്മെന്റ്, അത് തന്നെയാണ് എനിക്ക് വേർഡ്, ആ പണിഷ്മെന്റ് കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഇത് പുതിയ ഇന്ത്യയാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു രാജ്യമാണ്, ഇവിടെ ദേശസ്നേഹികൾ ഉള്ള രാജ്യമാണ്. ഒരാൾക്കും ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത ഒരു കാലം തന്നെയാണ് ഇന്ന് ഭാരതത്തിൽ. അതുകൊണ്ട് ഇതിനകത്ത് തിരിച്ചടി കിട്ടും എന്നുള്ളത് യാതൊരു സംശയം വേണം. ഓക്കെ, ഡോക്ടർ ആരിഫ് ഹുസൈനും ചേരുന്നു. ആരിഫ് ഹുസൈൻ, നിരായുധരായ ഒരു സംഘത്തിന് നേരെയാണ് ആൾമാറാട്ടം നടത്തി എത്തിയ ഭീകര നിറയൊഴിച്ചത്. സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല. അവിടെയുള്ള കശ്മീരിൽ, ജമ്മുവിലും കശ്മീരിലൊക്കെയുള്ള നാട്ടുകാർക്ക് നേരെ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല സൈനികരെ ആക്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വിനോദസഞ്ചാരികളെ തന്നെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് ഭാരതം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത അറിഞ്ഞ ഉടൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലത്തേക്ക് തിരിച്ചത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഭീകരാക്രമണത്തെ? ഈ ഒരു ആക്രമണം മാത്രമല്ല, ഇതിന് തൊട്ട് മുന്നേ നമ്മളൊരു പിൽഗ്രിം ഒരു ഗ്രൂപ്പ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന റെയ്സി എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് നേരെ ഒരു ആക്രമണം നടത്തിയത് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, അതിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ ഇത് ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ അത് നമ്മളിവിടെ കാണുകയാണ്. തീവ്രവാദികൾ പൊതുവെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെററൈസിങ് ഓപ്പറേഷൻസ്, അത് ഏറ്റവും കൂടുതൽ ടെറർ ഉൽപ്പാദിപ്പിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ ഇടയിലാണെന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പോക്ക് റീജിയനിൽ ഹമാസ് അവരുടെ ചില ആളുകൾ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ ഇതുപോലെയൊക്കെയുള്ള ആളുകളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. ഓപ്പറേഷൻ നമ്മൾ അൽ അക്സ കോൺഫറൻസ് എന്നൊക്കെ പേരിട്ടിട്ടൊക്കെയാണ് അത് ചെയ്തതായിട്ടാണ് അറിയുന്നത്. ഇതേ പേര് തന്നെയായിരുന്നു നമ്മുടെ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ആ സമയത്ത് ഒക്ടോബർ 7 അവർ നടത്തിയ ഓപ്പറേഷൻ അവരുടെ പേര് ഇതേ പേര് തന്നെയായിരുന്നു. അപ്പോൾ അതിലെന്താ നമ്മൾ കണ്ടത്? സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ പാട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ കടന്ന് ചെന്നുകൊണ്ടാണ് 10,200 ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത്. അതോടൊപ്പം തന്നെ അടുത്തുള്ള മറ്റു പല കിബിറ്റ്സുകളിലും കടന്നു ചെന്നുകൊണ്ട് അക്രമം അഴിച്ചുവിട്ടത് നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ പാറ്റേൺ എന്താണ്?
അത് ഈ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക, അത് ടെററൈസ് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, അത് നാട്ടുകാർക്ക് പ്രചരിപ്പിക്കുക, ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇടുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിവിലിയൻസിനെ ഇതുപോലെ ചെയ്ത് ഒരു ടെറർ അഴിച്ചു വിട്ടുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ കാശ്മീരിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് പ്രധാനമായിട്ടും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. നമ്മൾ പറയുന്നത് ലാൽ ചൗക്കിൽ നാളുകൾക്ക് ശേഷം അവിടെ ഒരു ത്രിവർണ്ണ പതാക ഉയർന്നു വന്നതിനെ കുറിച്ചും അത് ഇന്നും അവിടെ പറക്കുന്നതിനെ കുറിച്ചും, പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കമുള്ള ആളുകൾ അവിടേക്ക് വിനോദയാത്ര പോയി കഴിയുമ്പോൾ അവിടെ നിന്നും ചിത്രങ്ങൾ അയച്ചു തന്നുകൊണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടൊക്കെ പറയുന്ന ഒരു കാഴ്ചയുണ്ട്. കാശ്മീർ ഇപ്പോൾ പണ്ടത്തെ കാശ്മീർ അല്ല എന്നുള്ളത്. അപ്പോൾ ഇത് നരേന്ദ്രമോദി പറയുമ്പോഴാണ് പ്രശ്നം. ഇത് നാട്ടുകാർ തന്നെ നേരിട്ട് പോയി കണ്ട് അതിൻ്റെ അനുഭവം പങ്കുവെക്കുന്നത് നമ്മളിവിടെ കണ്ടിട്ടുള്ളപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവിടെ ടെറർ ആക്ടിവിറ്റീസും അത് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു പൊതുജനവും അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കശ്മീരികളായിട്ടുള്ള ആളുകൾ തന്നെ അത് പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നു. ടെറർ ഇൻസിഡൻസ് കുറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ സ്പൊറാഡിക്കായിട്ട് ഇതുപോലുള്ള ഒറ്റയും തെറ്റയുമായിക്കൊണ്ടുള്ള അറ്റാക്സ് അവിടെ നടത്തിക്കൊണ്ടേയിരിക്കുക, അവരുടെ സാന്നിധ്യം അവിടെ അറിയിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. കാരണം എന്താണ്, അവരുടെ ബിഗർ ഗോൾസ് ഉണ്ട്. ആ ബിഗർ ഗോൾ എന്ന് പറയുന്നത് ഒന്ന് കാശ്മീർ തന്നെയാണ്, രണ്ട് ഇന്ത്യ മൊത്തം പിടിക്കുക എന്നുള്ള ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന ഈ കൂട്ടരായിട്ടുള്ള ആളുകളുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിദൂര ലക്ഷ്യം തന്നെയാണ്. അത് ഒരു എന്താണ് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് നടപ്പിലാക്കിയിരിക്കണം. ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് അവർ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അതിപ്പോ ഒരു വിപരീത കാലാവസ്ഥ, മോദി അവിടെ ഉണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്നതിന്റെ പേരിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇടാം, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ പോകാം. പക്ഷെ അപ്പോഴും നമ്മളിവിടെ ഉണ്ടാകണം, നമ്മളെ പരിശീലനം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം, നമ്മൾ ഇതിനുള്ള ടെററൈസിങ് ആക്ടിവിറ്റീസ് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് നമ്മൾ ബിഗർ ഗോൾസിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഗതി അതവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന് ഈ വാർത്ത വരുന്നതിനൊക്കെ മുന്നേ സാന്ദർഭികമായിട്ട് മറ്റൊരു വിഷയം പറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ സഹപ്രവർത്തകരായിട്ട് സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് രാജ്യത്തെ എത്ര വേണമെങ്കിലും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം, എത്രമാത്രം വികസിത രാജ്യമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയെ മാറ്റാം. പക്ഷേ നിങ്ങൾ ടെററിസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ രാത്രി മതി ഈ പറയുന്ന സാധനം തകിടം മറിയാൻ എന്ന് നമ്മൾ പറയാണ്. കാരണം നമ്മളുടെയൊക്കെ അനുഭവത്തിൽ ഈ ഒരു വിഷയത്തെ, ഈ ടെററിസം എന്ന് പറയുന്ന ഇസ്ലാമിക് ടെററിസം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വൈകുക, മടിക്കുക, അല്ലെങ്കിൽ അതിനെ അലംഭാവം കാണിക്കുന്ന ഏത് രാജ്യവും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, അവരുടെ നില ഇന്ന് കുട്ടിച്ചോറായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയപരമായിട്ട് കുട്ടിച്ചോറാകുന്നു, അത് സാമ്പത്തികമായിട്ട് കുട്ടിച്ചോറാകുന്നു, അതുപോലെ തന്നെ അവരുടെ സാമുദായികമായ നിലനിൽപ്പ്, അതിലുള്ള ഒരു അരക്ഷിതാവസ്ഥ, അതുപോലെ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ടെൻഷൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിച്ചോറാകാൻ വേറെ ഒരു കാരണം വേണ്ട. നിങ്ങളൊരു പട്ടിണി രാജ്യമാണെങ്കിൽ പോലും, ടെററിസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. കാരണം അങ്ങനെ അഫക്റ്റഡ് അല്ലാത്ത പല രാജ്യങ്ങളുണ്ട്, വലിയ സാമ്പത്തിക ശക്തിയൊന്നുമല്ല. ഇപ്പോൾ വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം ലാവോസ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളടക്കം അവർ ഇത്രയും വലിയ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ചെറിയ രാജ്യങ്ങളാണെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ ശക്തികളല്ലെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട്. പക്ഷേ അത്തരം ഒരു സ്ഥിതിവിശേഷം അതിലേക്കൊരു തീവ്രവാദം കൂടി കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്, ബംഗ്ലാദേശ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളുള്ളപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സംഭാഷണത്തിൽ പങ്കുവച്ച അതേ കാര്യമാണ്. നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. ഈ ഒരു അറ്റാക്കും അതിലുണ്ടായിട്ടുള്ള അവരുടെ രീതി ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, അവരുടെ മതം ചോദിച്ചിട്ട് വെടിവെച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, അതിന്റെ വാർത്തകൾ വരട്ടെ. എന്തായാലും അതും ചോദിക്കാൻ മടിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം ഇതിന്റെ ഈ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്യം വെച്ച് ജിഹാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫിഡൽസിനെ കൊല്ലുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ കൊല്ലേണ്ട കാര്യം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അത് സ്പെയർ ചെയ്യും. കാരണം ഖുറാനിലടക്കം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ 9:5 എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും ആളുകൾക്കൊക്കെ നിഷേധിക്കണമെങ്കിൽ വെല്ലുവിളിയായിട്ട് തന്നെ ഞാൻ ഇവിടെ വെക്കുകയാണ്. നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഈ പറയുന്ന കാഫറുകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പതിയിരിക്കുക, അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കുക എന്ന് പറയുമ്പോൾ അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്കും അവരെ യുദ്ധത്തിന് നിങ്ങൾ അവരുമായിട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ ഇതൊന്നും ഡിഫൻസ് അല്ല ഈ പറയുന്നത്, ഇതെല്ലാം ഒഫൻസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇവിടെ ഒരു വിവേചനമുണ്ട്. ആ വിവേചനം എന്ന് പറയുന്നത് മുസ്ലിമിനെ സ്പെയർ ചെയ്യുക, കാഫിറുകളെ പിൻ പോയിന്റ് ചെയ്ത് ചെയ്യുക, പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ഇത് പ്രത്യേകിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വന്നതിന്റെ പേരിൽ ചെയ്യണമെന്നൊന്നും അല്ല ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യുദ്ധമൊക്കെ കഴിഞ്ഞ് കാറ്റും കൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ഈ ഖുറാനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത്
പറയേണ്ടി വരികയാണ്. മതം ഇവിടെ പറയേണ്ടി വരികയാണ്. കാരണം ഇവർ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ജിഹാദിന്റെ പിന്നിലുള്ളത് മതമാകുമ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നു. അപ്പോൾ ഇപ്പോൾ ചോദിച്ച ചോദ്യവും ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതിപ്പോൾ പുതിയ സംഭവം അല്ലല്ലോ. നമ്മൾ ഈ ചോദ്യം പുതിയതായിട്ട് ചോദിക്കാൻ, ഇത് എന്നോ ഉള്ള കാര്യമാണ്. ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഈ സിസ്റ്റം ഇപ്പോഴും ഈ സാധനത്തിന് എത്ര മാത്രം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിന് എത്ര മാർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയാ ഒരു 60 മാർക്കേ ഞാൻ ഇപ്പോഴും കൊടുക്കുള്ളൂ. ഇന്ത്യ ഇപ്പോഴും ഈ വിഷയത്തിൽ ഇതിന്റെ ഈ നമ്മളെ ഹോം മിനിസ്ട്രി അതുപോലെ ഡിഫൻസ് ഒക്കെ ആണെങ്കിലും ഇതിനെ മനസ്സിലാക്കുന്നതിൽ, ഇതിനെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിലും എത്രമാത്രം എക്യുപ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രമാത്രം അതിലേക്ക് ഫോക്കസ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100-ൽ 60 മാർക്കേ ഞാൻ എപ്പോഴും കൊടുക്കുകയുള്ളൂ. കാരണം ബാക്കി പിന്നെയും കിടക്കുകയാണ്. കാരണം ഇത് ഒരു 90 മാർക്കെങ്കിലും നമുക്ക് കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയാലല്ലാതെ ഈ സാധനത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതിന് വേണ്ട പണി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതിന് വേണ്ട സർജിക്കൽ സ്ട്രൈക്സ് നടത്തിയേ പറ്റുള്ളൂ. അതിനെ നമ്മൾ അവിടെ ഒരു ഇസ്രായേലിനെ തന്നെ മാതൃകയാക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇന്നും നമ്മളിവിടെ പറയുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹമാസ് ഇവിടെ കാശ്മീരിൽ വന്ന് പോയി എന്ന് പറയുമ്പോൾ, ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്നും നമ്മൾ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും അതിനെ താലോലിക്കുന്ന ആളുകൾക്കുള്ള എല്ലാ വഴി ഒരുക്കിയിട്ടുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലെങ്കിലും ഞാൻ പറയാ, ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളെ അതിന് തീവ്രവാദ സംഘടനയായിട്ട് തന്നെ ഇന്ത്യയിൽ നിരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിന് പിന്തുണ കൊടുക്കുന്ന ആളുകൾ ഇന്ത്യയിൽ അകത്തു നിന്ന് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്ന് ഇടുക, അതിനുള്ള പണികൾ നമ്മൾ ചെയ്തു വെക്കുക. അതുകൂടെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ദയം കാണിക്കാൻ പറ്റില്ല. ടെററിസം നമ്മൾ എത്ര പുരോഗതി നമ്മൾ നേടിയാൽ പോലും ഒരു രാത്രി കൊണ്ട് അത് തകിടം മറിക്കാൻ പറ്റിയ സംഗതിയാണ് ഈ ടെററിസം പറയുന്നത്. നമ്മുടെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം പ്രവാസിയായി വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് പോയി. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയിട്ട് പോയത് ആഫ്രിക്കയിലെ ഒരു സുഡാനിലേക്കാണ് പോയത്. സുഡാനിലേക്ക് അവിടെ പോയ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, വലിയ തോതിൽ കുഴപ്പമൊന്നുമില്ലാതെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രാജ്യം, കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു കച്ചവടം തുടങ്ങുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞില്ല, അവിടെ ഈ പറയുന്ന പോലെ ഒരു ജിഹാദി പ്രശ്നം തന്നെയാണ് അവിടെ തുടങ്ങി വെക്കുന്നത്. ജിഹാദികൾ തന്നെയായിരുന്നു അതിൻ്റെ പിന്നിൽ. ഇന്ന് ആ രാജ്യം കുട്ടിച്ചോറാണ്. അദ്ദേഹത്തിന് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ നമുക്ക് അറിയുന്ന നേരിട്ടുള്ള ഒരു കൂട്ടുകാരന് സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. തിരിച്ചു ഓടേണ്ടി വരികയാണ്. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും അവരുടെ സാമ്പത്തിക സ്ഥിതി, പൊളിറ്റിക്കൽ സ്ഥിതി, ഇതിനെല്ലാം അസ്ഥിരമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ നമ്മളുടെ പ്രോബ്ലംസ് ലിസ്റ്റിൽ, പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വെച്ച് അതിന് വേണ്ട പണി നമ്മൾ ചെയ്യാൻ ഉള്ളൊരു വാണിംഗ് ആയിട്ട് ഇതെങ്കിലും നമ്മൾ എടുക്കണം എന്നാണ് പറയുന്നത്. ഇനിയും ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളിയാൽ അല്ലാതെ നമ്മൾ പഠിക്കില്ല എന്നുള്ളൊരു നിലപാട് വന്നാൽ അത് ശരിയല്ല. നമ്മൾ ഇനി ഒരാൾ പോലും ഇതുപോലെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. അത് ഏത് തരം പ്രശ്നമായാലും ശരി, ഇത് പ്രത്യേകിച്ചും അവിടെ പ്രയോറിറ്റി നമ്മൾ ഇതിനെ തന്നെ കൊടുക്കണം. മറ്റുള്ള പ്രശ്നമില്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിത് പറയണം. ടെററിസം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇത്ര വലിയ ഡെവലപ്ഡ് രാജ്യം അല്ലെങ്കിൽ പോലും ടെററിസം ഉണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം, അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനപരമായിട്ടുള്ള ജീവിതമാണ്. സുരേഷ് കൊച്ചാട്ടിൽ സർ, ഭീകരവാദത്തിൻ്റെ അടിവേരറുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? നേരത്തെ ആരിഫ് ഹുസൈൻ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതും ഇതിന് തന്നെയല്ലേ അല്ലേ? നമ്മുടെ നാട്ടിൽ അശാന്തി വിതക്കുന്നവർ, ഇവിടെയുള്ളവർ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്നവർ, അല്ല, ഇവരെയൊക്കെ ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? അതാണ് അനിൽ, ആരിഫ് പറഞ്ഞത് വളരെ ശരിയാണ് ഇക്കാര്യത്തിൽ. ഞാൻ ഈ പറഞ്ഞ മാതിരി കേരളത്തിലല്ല ജീവിക്കുന്നത്, പുറത്താ ജീവിക്കുന്നത്, ഹൈദരാബാദിലാണ്. നമ്മളവിടെ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി നമ്മൾ കേരളത്തിലും കണ്ടു. അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിന് മേലെ ഒരു അറ്റാക്ക് നടന്നു. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഒരിക്കൽ ദേശീയ പതാക വലിച്ചു കീറിയ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹമാസിന്റെ ലീഡേഴ്സിനെ ഒരു ആനപ്പുറത്ത് ഇവർ കയറ്റി പോസ്റ്റർ വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ കാര്യം ചെയ്ത മാതിരി അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതേമാതിരി റാലി നടത്തി CAA എതിരെ ഓപ്പോസിറ്റ് ആയിട്ട്, അത് അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ വഖഫ് ബില്ലിന്റെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു എലിമെന്റ് ആണ്, ഇതിന്റെ സപ്പോർട്ട് എലിമെന്റ് ആണ്. ഇവരൊക്കെ ഇവർ ചെയ്യുന്നതൊക്കെ ഗവൺമെന്റ് കണ്ടിരിക്കണം. ബിക്കോസ് ഇവരെയാണ് ശരിക്കും തുടച്ചു കളയേണ്ടത്. ഇവരൊക്കെ ഈ ദേശത്തുനിന്ന് പിടിച്ചു പുറത്തേക്കാക്കണ കുഴപ്പമില്ല. ബിക്കോസ് ഇവരാണ് സ്ലീപ്പർ സെൽസ്. ഇവരാണ് നാളെ ഏത് അറ്റാക്കും ചെയ്യാൻ പറ്റുന്ന പാർട്ടികൾ. നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ട ഒരു തീവ്രവാദ അറ്റാക്ക് അല്ല ഇങ്ങനെ കാണുന്നത്. നമുക്ക് കാണുന്നത് നമ്മുടെ രാജ്യത്ത് ഓരോരോ സംസ്ഥാനത്തിലുള്ള
ടെറർ ഗ്രൂപ്പ്സ്, സ്ലീപ്പർ ടെറർ സെൽസ്, അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ. നമുക്കറിയാം കേരളത്തിലാണ് ഇതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഉള്ളത്, ബേസ് ഉള്ളത്, ഹമാസിനും മറ്റവർക്കുള്ളത്. ഇവരെയാണ് ശരിക്കും നമ്മൾ US കാണുന്നില്ല. അതിലിപ്പോ തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കുകയാണ് ഓരോരുത്തരും അവിടുന്ന്. കോളേജിൽ നിങ്ങൾ കൊടി പിടിച്ചാൽ മതി പാലസ്റ്റൈന്റെ, കഴിഞ്ഞു നിങ്ങളുടെ പണി, വിസ ഔട്ട്, നിങ്ങൾ പിടിച്ച് പുറത്തേക്ക്. അതാണ് വേണ്ടത് എവിടെ. ഇവർ ഓരോരുത്തരുടെ പേര് US എംബസിക്കും US കൺസുലേറ്റിനും കൊടുക്കണം. ഓരോരുത്തർ ആരൊക്കെയാണ് ഈ പ്രൊട്ടസ്റ്റ് ഡെമോൺസ്ട്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ആരൊക്കെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കയറിയിട്ട് ഈ പറഞ്ഞ മാതിരി ഹമാസിനും മറ്റുള്ളവർക്കും സിന്ദാബാദ് വിളിക്കുന്നത്. അതേമാതിരി ഈ പറഞ്ഞ മാതിരി വഖഫ് ബില്ലിന്റെ ശരിയാണ് ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഇതേ സുപ്രീം കോടതിയുടെ അടുത്തേക്ക് ചോദിക്കാണ്ട്, നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് കണ്ട് പേടിച്ചിരിക്കുന്ന പാർട്ടികളാണ് അവിടുത്തെ ജഡ്ജിമാര്. ഇവർക്ക് ഇതാണ് പേടി. ഇവര് നമ്മൾ കണ്ടിരുന്നു അന്ന് കർഷക സമരം നടന്നപ്പോ ഒരു ഹൈവേ 6 മാസം തൊട്ട് 1 കൊല്ലം ബ്ലോക്ക് ചെയ്തിട്ട് ഈ സുപ്രീം കോടതി ഒരു വാക്ക് പറഞ്ഞില്ല അനിലെ. എനിക്ക് അതായിരുന്നു ദേഷ്യം. അതേ സമയത്ത് വേറൊരുത്തൻ നമ്മൾ പോയിട്ട് റോഡിൽ പോയിരുന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ നേരെ കേസാവും. ഇതാണ് വേണ്ടത്. ഇതാണ് നമുക്ക് വേണം. ഇതാണ് ഇവരെ പിടിച്ചിട്ട് വേണം ഇവരെ സ്പെസിഫിക് ആയിട്ട് ട്രേസ് ഔട്ട് ചെയ്ത് ഓരോരുത്തരായിട്ട്. പക്ഷെ കഷ്ടാർത്ഥം എന്താ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലീസ് കോംപ്രമൈസ്ഡ് ആണ്. ഇവരതാണ് ചിലപ്പോൾ NIA വരുമ്പോ അവിടുത്തെ ലോക്കൽ പോലീസിനെ അറിയിക്കാണ്ടാണ് ആൾക്കാരെ പൊക്കുന്നത് കേരളത്തിൽ നിന്ന്, കാലത്ത് 3 മണിക്ക് 4 മണിക്ക് വന്ന്. ഇപ്പോൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇൻഫർമേഷൻ ലീക്ക് ആവും പുറത്തേക്ക്. ഇതേ കണ്ടീഷൻ വെസ്റ്റ് ബംഗാളിലും ഉണ്ട്. അതാണ് വെസ്റ്റ് ബംഗാളിലും ആരെ അറിയിക്കാണ്ട് ആൾക്കാരെ പൊക്കുന്നത്. നമുക്കത് PFI ആവട്ടെ, SDPI ആവട്ടെ, ഇവരാരായാലും ഇവരൊക്കെ പേര് മാറ്റി ചെയ്യണ പരിപാടികളാണ്. ഇവർ മതത്തിന്റെ പേര് പറഞ്ഞ്, ഹിജാബിന്റെ പേര് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കിയ ആൾക്കാരാണ്. എനിക്കിപ്പോ ചോദിക്കാനുള്ള സിദ്ധരാമയ്യ അടുത്ത്, നിങ്ങൾ ഇനിയും സിന്ദാബാദ് വിളിക്കോ ടിപ്പു സുൽത്താനെയും ബാക്കിയുള്ളവരെയും? നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഏത് മുഖം വെച്ചിട്ട് നിങ്ങൾ പറയും ഇനി കുഴപ്പമില്ല, ടെറർ ഹാസ് നോ റിലീജിയൻ? എന്ത് ടെറർ ഹാസ് നോ? ടെറർ ഹാസ് എ റിലീജിയൻ, അത് സംശയമില്ല. കുറെ കാലമായില്ല നമ്മളിതൊക്കെ കേട്ടിരിക്കുന്നു. ഈ സമയമായി പറയുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന് ചെയ്യേണ്ടവർ ചെയ്യും, നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മളായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് പ്രഷർ ഗ്രൂപ്പ് ബിൽഡപ്പ് ചെയ്യേണ്ടവർ. ബിക്കോസ് ഇവര് ഒരു ചെറിയ പ്രൊട്ടസ്റ്റ് അന്ന് നമ്മൾ മുർഷിദാബാദിൽ കണ്ടതാണ്, വെസ്റ്റ് ബംഗാളിൽ വേണമെന്ന് വിചാരിച്ച് വണ്ടികളെ തീയിടുക, പോലീസുകാരെ അറ്റാക്ക് ചെയ്യുക, BSFനെ അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെ അവരൊരു പ്ലാനാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ മമതാ ബാനർജിയുടെ മാതിരി ആൾക്കാർ. പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട് ഞങ്ങൾ CA ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. വെസ്റ്റ് ബംഗാളിൽ സൈന്യം ഇറങ്ങിയതുകൊണ്ട് അതാണ് വലിയ ആശ്വാസമുണ്ട്. അവരുടെ ഓപ്പറേഷൻ കണ്ടല്ലോ. അതാണ് അങ്ങനെയാണ് തീവ്രവാദികളെയും പൊക്കുന്നുണ്ട് സൈന്യം. ഇതിലൊരു കാര്യം ഉണ്ടാവില്ല, ഇപ്പൊ തമാശയായിട്ട് എടുക്കരുത്. പക്ഷെ പണ്ട് ഹൈദരാബാദിൽ എപ്പോഴും കർഫ്യൂ ഉണ്ടാവാറുണ്ട്. ഈ ഗണേശ ചതുർത്ഥി കഴിയില്ല. ഞാൻ NT രാമാറാവിന്റെ കാലത്താണ് പറയണത്. അന്ന് NT രാമാറാവിന്റെ അവസ്ഥ മനസ്സിലായി, ലോക്കൽ പോലീസിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ NT രാമാറാവ് എന്ത് ചെയ്തു? CRPF വരെ വിളിച്ചു. അത് എവിടുന്ന വിളിച്ച? അസ്സാം എന്ന്. അവർക്കാണെങ്കിൽ ഒരു വാക്ക് ഇവിടെ പറയുന്ന ആൾക്കാരുടെ ഭാഷ മനസ്സിലാവില്ല. അടിയോട് അടിയായിരുന്നു ഈ കർഫ്യൂ വയലേറ്റ് ചെയ്യുന്നവരെ. അതിന് വലിയ 2 കൊല്ലം കഴിഞ്ഞിട്ടോ ഇതുവരെ ഇന്ന് വരെ 10, 25, 30, 35 കൊല്ലം കഴിഞ്ഞില്ല ഒരു കർഫ്യൂ ഹൈദരാബാദിൽ ഉണ്ടായിട്ടില്ല. ടഫായിട്ട് നിന്നാൽ ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ ഫ്രൈഡേ കഴിഞ്ഞ ജുമ്മയുടെ കഴിഞ്ഞ കല്ലറയിൽ പരിപാടി റെഗുലർ ആയിരുന്നു. RAF കാരെ കാണാം, RAF കാരെ ലാത്തി ചാർജ് ചെയ്യണ ടിയർ ഗ്യാസ്. ഇപ്പൊ ഒന്നുമില്ലല്ലോ. എങ്ങനെ നിന്നു അതൊക്കെ? കശ്മീരിൽ നമ്മൾ കണ്ടിരുന്നു കല്ലറി ഉണ്ടായിരുന്നു പണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും കല്ലറിയിൽ പരിപാടി ഉണ്ടായിരുന്നു. ഡിമോണിറ്റൈസേഷൻ കയ്യിൽ അത് നിന്നു. അതാണ് മോദി ഇവരൊക്കെ കയറി അത്ര തെറി പറയണം. ബിക്കോസ് മോദി ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നു. അത് കാരണം ഇതൊക്കെ എല്ലാം തവിടുപടിയായിരുന്നു. എന്താ തവിടുപടിയായത്? കല്ലെറിയാൻ ആൾക്കാർക്ക് കാശ് കൊടുക്കാൻ കയ്യിൽ കാശില്ല. അപ്പൊ നമ്മൾ ഈ കാണേണ്ടത്, ഞാൻ പറയണത് കോയമ്പത്തൂർ ഈ കുക്കർ ബ്ലാസ്റ്റ് അന്ന് നടന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതേമാതിരി അവിടെ എവിടെയായിട്ട് ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ നടന്നു. പക്ഷെ ഇത് ചെറുതായിട്ട് എടുക്കരുത്. ഇവർ ആരാണെന്ന് ഓരോരുത്തരായിട്ട് ഓരോ ഡെമോൺസ്ട്രേഷനിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ AI ക്യാമറ ഉപയോഗിച്ച് ഇവരൊക്കെ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് അറ്റാക്ക്. ഇതാണ് ട്രംപ് US ചെയ്യുന്നത്. കൊളംബിയ യൂണിവേഴ്സിറ്റി ആയാലും ഹാർവേഡ് ആയാലും വേറെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പ്രൊട്ടസ്റ്റ് നടന്നാലും അപ്പൊ ഇവരെ പിടിച്ച് ഇവര് പണ്ടത്തെ ക്യാമറയിലുള്ള ഇമേജസ് എടുത്ത് ഇവരെ ട്രേസ് ഔട്ട് ചെയ്ത് തിരിച്ചു പറഞ്ഞേക്കാണ്. നമ്മൾ അതന്നെ ചെയ്യേണ്ടത്. ഇവരെ വെറുതെ വിടാൻ പാടില്ല. ഈ സപ്പോർട്ടേഴ്സ് ആണ് ഏറ്റവും ഡേഞ്ചർ. അനിൽ ടെററിസ്റ്റ് കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് അവർക്കുള്ള ഒരു കേപ്പബിലിറ്റി. പക്ഷെ ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ, ഈ CAയുടെ ഇതായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ നിന്ന ആൾക്കാരും ഇപ്പൊ വഖഫിന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ നിന്ന ആൾക്കാരൊക്കെ ഇതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഈ നാഷണൽ കോൺഫറൻസിന്റെ പ്രതിനിധികളെ ഈ MP ഒക്കെ നിയന്ത്രിക്കേണ്ട സമയവും അതിക്രമിച്ചില്ലേ സാർ? ഞാനതാ പറഞ്ഞ അനിൽ, ഈ ഡിബേറ്റ് നടന്നത് 9-ാം തീയതി രാത്രി. പ്രസ്താവനകൾ, പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ ഉണ്ടാകുന്നത്? ഇതൊക്കെയല്ലേ ഉദ്ദീപിപ്പിക്കുന്നത്, ഈ ഊർജം കൊടുക്കുകയല്ലേ? കറക്റ്റ്. എന്താണ് ഈ 9-ാം തീയതി ജാനുവരി 9-ാം തീയതി ശ്രീനഗറിലെ പ്രോഫ് എന്ന അവരുടെ MP കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അവിടെ വരുന്ന ടൂറിസം അല്ല, കൾച്ചറൽ ഇൻവേഷൻ ആണ്.
അവിടെ ഹിന്ദുക്കൾ വന്ന് ബിയർ അടിക്കുന്നു, അവിടെ വന്ന് അവർ വൈൻ കഴിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഇതാണ് എൻ്റെ ഇതൊരു എന്താ പറയുക, ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. ഇതേ ഉമർ അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ളയും എപ്പോ കണ്ടാലും ലണ്ടനിൽ പോയിരിക്കും പണ്ട്. എന്താണ് അതിന്റെ കാരണം? അവർ വീടുണ്ട് അവിടെ. ഇവരുണ്ടാക്കിയ കാശിനൊരു കണക്കില്ല. എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ആർട്ടിക്കിൾ 370 തിരിച്ചു, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു അതിന് മാറ്റുന്നത്. ഇവരാണ് തീവ്രവാദികളെ എൻകറേജ് ചെയ്യണമെന്ന് ഞാൻ പറയട്ടെ. ഇവരെയാണ് ശരിക്കും പിടിക്കേണ്ടത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മാതിരി ആരിഫ് പറഞ്ഞാൽ നമ്മൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കുറെ പാഠം പഠിക്കണം. ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഞാൻ പണ്ടോട്ട് തന്നെ അവിടുത്തെ കുറെ സ്റ്റാർട്ടപ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ ഡീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ മാതിരി അവരുടെ ഒരു കോൺഫിഡൻസ്, അവരുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിൽ ചെയ്യും. അതാണ് അവിടെ നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്ക് സുപ്രീം കോടതിയിലേക്ക് എത്തും. രാത്രി 12 മണിയായാലും സുപ്രീം കോടതി വാതിൽ തുറന്ന് അപ്പൊ തന്നെ ജാമ്യം കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു തീവ്രവാദിയെ തൂക്കിക്കൊല്ലാൻ മുമ്പ് രാത്രി 12 മണിക്ക് തുറന്ന കോടതിയാണിത്. തീസ സെറ്റിൽ വാർഡിന് വേണ്ടി ഈ CJ ചന്ദ്രചൂഡ് ഒരു ഭരതനാട്യം കോൺസെർട്ടിലേക്ക് ആൾ വന്ന് 2 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹോളിഡേ ദിവസം. ഇതൊരു നോർമൽ സിറ്റിസന് കിട്ടുവാനില്ലേ? ഇവിടെ തീവ്രവാദികൾക്കാണ് കൂടുതൽ ഇത് പറഞ്ഞ സപ്പോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സിദ്ദീഖ് കാപ്പന്റെ കേസാവട്ടെ ബാക്കിയാവട്ടെ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്ത ഓരോ റോള് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവർ ഓരോരുത്തരെയായിട്ട് തെരഞ്ഞെടുത്തിട്ട് ഇനി വേണം അനില ഇവർക്കൊരു പാഠം പഠിപ്പിക്കാൻ ഇവരൊക്കെ. ബ്രിഗേഡിയർ വേണു നായർ, ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് കശ്മീരിൽ വിനോദസഞ്ചാരികളായി എത്തുന്നത്, സന്ദർശകരായി എത്തുന്നത്, അല്ലേ? അപ്പോൾ നോക്കൂ, കൃത്യമായിട്ടൊരു മെസ്സേജല്ലേ കൊടുത്തിരിക്കുന്നത്. അവരെ ആക്രമിക്കുക വഴി കൃത്യമായൊരു മെസ്സേജല്ലേ കൊടുത്തിരിക്കുന്നത്. ഇത് ഭാരതത്തിന് നേരെയുള്ളൊരു അറ്റാക്കാണ്. കർണാടകത്തിൽ നിന്ന് പോയവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് പോയ സന്ദർശകരുണ്ട്, ഗുജറാത്തിൽ നിന്ന് പോയവരുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് പോയവരുണ്ട്. എന്തായിരിക്കും ഈ ഭീകരവാദികളുടെ മോട്ടീവ്? എനിക്ക് കാശ്മീരുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഒരു ലെഫ്റ്റനന്റ് കേണൽ മുതൽ കേണൽ, ബ്രിഗേഡിയർ ലെവൽ എല്ലാത്തിലും 91 മുതൽ 95 വരെ, 96 വരെ ലെഫ്റ്റനന്റ് കേണൽ ആൻഡ് കേണൽ. എൻ്റെ 2 വർഷത്തെ യൂണിറ്റ് കമാൻഡ് ശ്രീനഗർ ആൻഡ് അറൗണ്ട് ഈ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിലായിരുന്നു. അന്ന് കൂടുതലും ഇൻസർജൻസി വാലിയിലാണ് ഉണ്ടായിരുന്നത്. JNKയുടെ താഴത്തെ സൈഡിലേക്ക് 16 കോർ സൈഡിലേക്ക് അന്ന് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റിടങ്ങളിലൊക്കെ ചെന്നെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് മുതൽ തന്നെ നമുക്കെതിരായിട്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് റിയാക്ഷൻ ഒന്നും ഉണ്ടാകില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഓൾമോസ്റ്റ് 90-ലാണല്ലോ ഇത് തുടങ്ങുന്നത്, നമ്മുടെ ഇൻസർജൻസി തുടങ്ങുന്നത്. അപ്പോൾ 89-90 വരെ ഈ കാശ്മീര് നമ്മളിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളൊരു പേടിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ സമയോചിതമായിട്ട് ആർമിയെ എല്ലാ അധികാരങ്ങളും കൊടുത്തതുകൊണ്ട് നമ്മൾ കണ്ടമാനം കാഷ്വാലിറ്റി സഹിച്ചിട്ടുണ്ടെന്ന്. പോലീസ് ഫോഴ്സസ് ആകട്ടെ എല്ലാവരും കൂടെ, പിന്നെ RR രാഷ്ട്രീയ റൈഫിൾസ് ഒക്കെ വന്നു. അങ്ങനെയാണ് ഒരു കൺട്രോൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊന്നും പാകിസ്ഥാനിലെ ആർമിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഉള്ള കാര്യമാണിത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ ചീഫ് പറഞ്ഞു കേട്ടില്ലേ, കാശ്മീർ ഞങ്ങളുടെ ജിയോഗ്രഫിയിൽ ആയിരിക്കും. പിന്നെ ഇന്ത്യൻ ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള വ്യത്യാസം, അവര് ബുദ്ധിയിലും എല്ലാ വിധത്തിലും സുപ്പീരിയർ ആണ്. ഇവരുടെ ഈ സ്വഭാവമാണ് ആക്ച്വലി ദേ തിങ്ക് ദേ ആർ 8 feet tall. ആക്ച്വലി ദേ ആർ നോട്ട്. അവരുടെ പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാല് കാശ്മീരിൽ ഈ പോർട്ട് ബോയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ അവിടുത്തെ ആർമിക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. ഈ കാശ്മീരിന്റെ കാര്യം, ഇവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നു. കുറച്ച് ഭാഗങ്ങൾ POK ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിയെല്ലാം നമുക്കറിയാം. അവിടെ 1 കിലോ പാകിസ്ഥാനിലെ 1 കിലോ ആട്ടയ്ക്ക് ഇപ്പോ 170 രൂപയാണെന്നാണ് അറിയുന്നത്. ഒരു ഗ്യാസ് സിലിണ്ടറിന് എത്രയാണെന്ന് ഇപ്പൊ കാണാക്കണികളായിട്ടാണ് അതൊക്കെ മാറുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നടന്ന, അപ്പൊ ഞങ്ങള് സുരേഷ് സാറൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഒരു 24 പണ്ഡിറ്റ്സിനെ കൊന്ന ഒരു അവന്തിപ്പൂരയുടെ അടുത്ത ഉള്ള ഒരു ഗ്രാമത്തിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതായിരുന്നു ഒരു ലാർജസ്റ്റ് നമ്പർ ലോക്കൽസിനെ, അതും പണ്ഡിറ്റ്സ് ഹിന്ദുസിനെ ആയിരുന്നു അന്ന് വധിച്ചത്. അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഡീറ്റെയിൽ അറിയില്ല, എന്നാലും ഒരു 2 ഡിജിറ്റിലേക്ക് പോയിട്ടുണ്ട്. 25 എന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് അത്രയും ഉണ്ടാകാതിരിക്കട്ടെ പറയുന്ന നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇതൊക്കെ വളരെ ഒരു
ദുർബലതയാണ് അവരുടെ കാണിക്കുന്നത്. ഇപ്പൊ ആർമി ഫറ്റീഗിലാണ് അവർ വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്ഥലങ്ങൾ, ഇത് ബേതാബ് വാലി മിക്കവരും പോയി കാണുന്ന സ്ഥലങ്ങളാണല്ലോ. ബേതാബ് എന്നുള്ള ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന നല്ല പുൽത്തകിടികളും ഈ ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് പഹൽഗാം. അതിന്റെ അടുത്ത ഒരു വിത്തിൻ കിലോമീറ്ററാണ് ഈ സ്ഥലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പഹൽഗാമിലെ ഹോട്ടലുകളുടെ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ബേസ് ചെയ്തിട്ട് ആളുകൾ ഇങ്ങനെ ട്രെക്കിങ്ങിനാകട്ടെ ഇല്ലേ വാലീസിൽ പോയത് ഇങ്ങനെ ഒരു ഒഴിവുകാല ഇതിനാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരെ എന്താ പറയുക, വെക്കേഷനാണ് പോയിരിക്കുന്നത്. ഇപ്പൊ വെക്കേഷന്റെ ടൂറിസ്റ്റ് സീസൺ തുടക്കമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗുൽമാർഗില് എന്റെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഗിരത് യാത്രയൊക്കെ അവിടെ ഫിലിം ചെയ്യുന്നത്. എനിക്ക് നല്ല ഇതുണ്ട്. ഞാനൊരു ബ്രിഗേഡ് അഫിലിയേറ്റ് ആയിരുന്നത് അവിടുത്തെ റിസർവ് ബ്രിഗേഡ് ആയിരുന്നു. അപ്പൊ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ എന്റെ ഗ്രൂപ്പുമായിട്ട് ഞങ്ങള് ഓൺ ഫുട്ട് പോയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം വളരെ ഇന്നലത്തെ കൂട്ടി ഇപ്പൊ നമ്മുടെ 40 പേര് മരിച്ച പുൽവാമ ആ സൈഡ് ലേറ്റാപൂർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അതൊക്കെ ഞാൻ ഇറങ്ങി നടന്ന് കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. വളരെ എത്ര ശാന്തമായിട്ടുള്ള ആയിരുന്നു, ഇപ്പോഴുമാണ്. പക്ഷേ പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ്, അപ്പോ എലിറ്റി ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ഒരു കവർ സംഘടന എന്ന് പേപ്പറിൽ പറയുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട്, TRF എന്ന് പറയും. TRF എല്ലാം ഒന്ന് തന്നെ. അല്ല, അവരെ എങ്ങനെ പേര് മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. ആക്ച്വലി ISI ആണ് ഇതിന്റെ പുറകില്. അതിനുള്ള ഗവൺമെന്റ് പാകിസ്ഥാൻ ആർമിയാണ് അതിന്റെ പിന്നിലെ. അപ്പൊ അവർക്ക് ഈ പാകിസ്ഥാൻ ചീഫ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന്, ഇപ്പോ വൈസ് പ്രസിഡന്റ് ഓഫ് US is here, ഇങ്ങനെയുള്ള പ്രധാന ഘട്ടങ്ങളിൽ അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആ ഒരു സഹിക്കാനുള്ള ആ ഒരു ഹൊറൈസൺ ഇതിപ്പോ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഇനിയൊരു ശരിക്കും ഒരു മിലിറ്ററി റെസ്പോൺസ് ആണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതിൽ. അതിൽ നമുക്ക് അവരുമായിട്ട് നയപരമായ ബന്ധങ്ങളില്ല, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇല്ല. ഇനിയിപ്പോ മറ്റു രാഷ്ട്രങ്ങളെ കൊണ്ട് ഇവരെ പ്രഷറൈസ് ചെയ്യാമെന്ന് കരുതിയാൽ അതും എന്ത് ഇഫക്റ്റ് ഒന്നുമില്ല. അവരുടെ ആർമിക്ക് യുദ്ധം ചെയ്യാനുള്ള റിസർവ്സും അതും ഇതുമെല്ലാം എല്ലായ്പ്പോഴും ഉണ്ടല്ലോ. കുറച്ചൊരു 30 ദിവസത്തേക്കോ ഒരു 15 to 30 days ഫൈറ്റ് ചെയ്യാനുള്ളത് എല്ലാ ആർമിയുടെ കയ്യിലും ഉണ്ട്. അപ്പോ അത് അവർ പേടിക്കുന്നില്ല. പക്ഷെ അവരുടെ വിചാരം നമ്മള് എന്ത് ചെയ്താലും റിയാക്ട് ചെയ്യില്ല എന്നതായിരിക്കില്ല. അതിപ്പോ നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിൽ നമ്മൾ തെളിയിച്ചതാണ്. അത് കഴിഞ്ഞ് പുൽവാമ കഴിഞ്ഞപ്പോൾ ബാലാക്കോട്ട് തെളിയിച്ചതാണ്. ഇനി ഒരു മൂന്നാമത്തെ ഒരു ഇത് ഇപ്പൊ നമ്മുടെ ഹോം മിനിസ്റ്റർ പോയിട്ടുണ്ട്. അപ്പൊ അത് പോയി എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി സംതിങ് സീരിയസ് has happened. Otherwise why should the home minister should fly down to Srinagar? അപ്പോ ഈ നാളെ തന്നെ വേണമെന്നില്ല. പക്ഷെ ഈ വരുന്ന ദിവസങ്ങളില് ഇതിനുള്ള ശരിക്കും ഒരു മിലിറ്ററി റെസ്പോൺസ് അത് ഏത് വിധത്തിലാണ് പലതുമുണ്ട്. അതിലേക്കാണ് പോകേണ്ടത്. എല്ലാ ചൂണ്ടുപലകളും അങ്ങോട്ടാണ്. അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അനിൽ. യെസ്, ആരിഫ് ഹുസൈൻ അദ്ദേഹം പറഞ്ഞതുപോലെ, ബ്രിഗേഡിയർ വേണു നായർ പറഞ്ഞതുപോലെ അല്ലേ, ഇനി ഒന്നും നോക്കണ്ട, റിറ്റാലിയേറ്റ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക അല്ലേ? അത് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു എന്താണ്, ഈ ഒരു എൻഡിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഔട്ട്കമ്മിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ പിന്നോട്ട് നോക്കിയിട്ട് കാര്യം പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ റെസ്പോൺസ് ആ രീതിയിൽ തന്നെ ആയിരിക്കും വരിക. എന്ന് വെച്ചാൽ അതിന്റെ റിറ്റാലിയേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണി എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ പറയാ, ഇത് നമ്മൾ എത്ര കാലം ചെയ്താലും ഇതിനൊരു എൻഡ് പോയിന്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഭാഗം നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ആ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ തള്ളിമറിച്ച് നടക്കും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കണ്ടത്, ഇവിടെ റിപ്പോർട്ട് പ്രകാരം കണ്ടത്, ചില വീഡിയോയിലൊക്കെ കണ്ടത്, നിങ്ങൾ മതം ഏതാണ് എന്ന് ചോദിച്ചിട്ട് ചില ആളുകളെ സ്പെയർ ചെയ്ത് വേറെ ചില ആളുകളെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊരു മതം തന്നെയായിരുന്നു അവിടെ പ്ലേ ചെയ്തത്. പിന്നെ കാശ്മീരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു മതത്തിന്റെ പേരിലുള്ള തീവ്രവാദം അല്ലാതെ മറ്റൊരു തീവ്രവാദം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ തീവ്രവാദത്തെ കുറിച്ച് തൽക്കാലം നമ്മൾ പറയുമ്പോൾ അവിടെ ഈ തീവ്രവാദത്തിന് ഒരു മതം ഉണ്ട് എന്നുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും അതിന്റെ ആ ഒരു
വലിയ തോതിലുള്ള അതിൻ്റെ ഒരു വിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിനൊരു ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയാം. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നടത്തിയ ഒരു പഠനവും അതുപോലെ തന്നെ ഇസ്രായേൽ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായപ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആന്റിസെമിറ്റിസം എന്ന് പറയുന്ന ഒരു വിഷയം, ജൂതവിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഇതുപോലെ ഏതെങ്കിലും ഒരു യുദ്ധമുഖത്തോ അല്ലെങ്കിൽ കുറച്ച് തീവ്രവാദികൾ മാത്രം കൊണ്ടു നടക്കുന്ന സാധനമല്ല. അത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അടക്കം അത് പറഞ്ഞു വെച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെറിയ കുട്ടികൾക്ക് അടക്കം കൊടുക്കുന്ന ഒരു രീതി, അത് മദ്രസകളിലല്ല അല്ലാതെയുള്ള പാഠപുസ്തകങ്ങളിൽ വരെ ഉണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും അന്ന് നമ്മൾ നടത്തിയ ആ ഒരു സന്ദർശന ആ ഒരു ഗ്രൂപ്പിൽ അന്ന് അവർ ആ കാര്യം പറയുമ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളായിരുന്നു, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും. അതായിരുന്നു അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പൊ ഞാനപ്പോൾ അവരോട് ചുമ്മാ ചോദിച്ചു, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇതിനു മുന്നേ നിങ്ങൾ എത്ര പേര് അറിയുമെന്ന് അവിടുന്ന് റാൻഡമായിട്ട് ചോദിച്ചപ്പോൾ ഒരാൾക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ പ്രശ്നം. ഇവിടെ ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്ന ആ ഗ്രൂപ്പിൽ ഒരു ഇന്റേൺ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇന്റേൺ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ആ ഇന്റേൺ ചെയ്യുന്നത് എന്താണ്, അതായത് ഇസ്രായേൽ എങ്ങനെയാണോ ഈ വിഷയം മനസ്സിലാക്കി അതിന്റെ റൂട്ട് ലെവലിൽ അവരത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അബ്രഹാം അക്കോർഡ്സിൽ അടക്കം അവരത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ജൂതവിരുദ്ധത സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലും അതുപോലെ UAE ഉള്ള കുട്ടികൾ പഠിക്കുന്ന അവരുടെ മെയിൻ സ്ട്രീം കൺവെൻഷണൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇത് മാറ്റി അത് വേറെ രീതിയിലേക്ക് കൊണ്ടുവന്നു. ജൂതന്മാരുമായിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച്, ഓണം ആഘോഷിക്കുന്ന പോലെ അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പുതിയ പാഠങ്ങൾ കുത്തി നിറയ്ക്കുകയാണ്. എന്നുവെച്ചാൽ അതുവഴി അവരുടെ ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ഈ ജൂതവിരുദ്ധത പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്കൂളിൽ എണ്ണമൊക്കെ പഠിച്ചിരുന്നത് എങ്ങനെയാണ്, നമ്മൾ മാങ്ങ എണ്ണി പഠിക്കുന്നു, 5 എന്ന് എണ്ണാൻ വേണ്ടിയിട്ട് 5 മാങ്ങ നിരത്തി വെച്ചിട്ട് നമ്മൾ എണ്ണം പഠിക്കുമ്പോൾ ഇവരെന്താ പഠിക്കുന്നത്, ഇവര് 5 ജിഹാദികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എന്താണ് ഫിദായിൻസ് എന്ന് പറയുന്ന ആളുകളെ നിരത്തി നിർത്തിയിട്ട് എണ്ണിക്കുകയാണ്. 5 ഫിദായിൻ, 1 2 3 അങ്ങനെയാണ് 5 പഠിപ്പിക്കുന്നത്. അപ്പോൾ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഷാ എന്നുള്ള അക്ഷരം വഴി ഷഹീദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, ജിഹാദ് ജാ പഠിപ്പിക്കാൻ വേണ്ടി ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇതാണ് അവിടെ നമ്മളിവിടെ A ഫോർ ആപ്പിൾ എന്നും B ഫോർ ബോയ് എന്നൊക്കെ പഠിപ്പിക്കുന്നിടത്ത് അവരവിടെ പഠിപ്പിക്കുന്നത് J ഫോർ ജിഹാദ് എന്നാണ്. ഈ രീതിയിൽ ആണ് ഇതിനെ നോർമലൈസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞു തന്ന ഗ്രൂപ്പിൽ ഒരു ഇന്റേൺ ആയിട്ടുള്ള ആള്, ഇന്ത്യയിൽ നിന്നുള്ള ഒരാള്, അദ്ദേഹം ഇത് ചെയ്യുന്ന എന്താണ്, അദ്ദേഹം ചെയ്യുന്നത് സമാനമായ ഒരു സാഹചര്യം അത് ഇന്ത്യയിലുണ്ട്, അത് പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇന്ത്യ വിരുദ്ധത പഠിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ എന്താണ് ഇൻഫിഡൽസിനെ ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവര് കാഫിറുകളാണെന്ന് പറയുന്ന രീതിയിൽ അവരോട് നമ്മൾ ചേരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു സെപ്പറേഷന്റെ ആ ഒരു സെക്ടേറിയനിസത്തിന്റെ ഒരു പാഠം അത് പാകിസ്ഥാനിൽ വ്യാപകമാണ്. കുട്ടികളിൽ അടക്കം അത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും TV ചാനൽ. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനെ അഡ്രസ് ചെയ്യണം. ഇത് ഇന്ത്യയിൽ ഇത് അഡ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മളിവിടെ എവിടെയും മുസ്ലിങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാണെന്നോ അവരെ മുഴുവൻ ഇതേപോലെ പിടിച്ച് കെട്ടണമെന്നൊന്നും നമ്മളെവിടെയും പഠിച്ചിട്ടില്ല, പഠിക്കുന്നുമില്ല, പഠിപ്പിക്കാനും പോകുന്നില്ല. പക്ഷേ പാകിസ്ഥാനിൽ അത് നടക്കുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് പഠനവിധേയമായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളുടെ നാട്ടിൽ ഇതുവരെ അത് ആ രീതിയിൽ അഡ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ റിറ്റാലിയേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോലും നമ്മളൊരു സമവായത്തിനുള്ള ഒരു വഴി കൂടി കണ്ടെത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ അയൽരാജ്യമാണ്, എന്നും കലഹിച്ചുകൊണ്ടിരിക്കുക, യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. കാരണം ഇതിപ്പോ പാകിസ്ഥാന്റെ പരോക്ഷമായ ഔദ്യോഗികമായ ഒരു സഹായം ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും പാകിസ്ഥാന്റെ സൈന്യമല്ല നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ തീവ്രവാദ കൂട്ടമാണ്. ആ തീവ്രവാദ കൂട്ടം അവർക്കും ഹെഡേക്ക് തന്നെയാണ് ഒരു പരിധി വരെ. അവർക്ക് പക്ഷെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ വേണു സാറ് പറഞ്ഞ പോലെ ഈസയുടെ പിന്തുണയോടുകൂടിയാണല്ലോ ഇവർ അഴിഞ്ഞാടുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നു. പക്ഷെ എന്നാൽ പോലും ഇതിനെ ഓവർകം ചെയ്യണമെന്നൊരു ആഗ്രഹം അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ട്. ഇതൊരു തലമുറ 1 2 3 തലമുറകൾ കഴിയുമ്പോൾ ഇതിൽ മാറ്റം വരും. കാരണം അങ്ങനെയാണ് ലോകം മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് നിലവിൽ ഇതിന് ബിഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്ലൈ നമ്മൾ കൊടുക്കണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ പുൽവാമ അറ്റാക്കും അവിടെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള സംഗതികൾ തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങളായിരിക്കണം. ഏത് തലത്തിലായിരിക്കണം അത് അതിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ട്രിഗർ പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് പറയും. എനിക്ക് ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമില്ല, പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയല്ലല്ലോ, നമ്മൾ ആ ഒരു യുദ്ധമുഖത്ത് നമുക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം, നമുക്കൊരു വിഷ്വൽ തിങ്കിങ് എന്നുള്ള രീതിയിലൊക്കെ പറയാം, എല്ലാത്തിനെയും തവിടുപൊടിയാക്കണം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതല്ല, ഞാൻ ഇപ്പോഴും ഈ ഭീകരവാദികൾ അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അല്ലേ?
യെസ്, തീർച്ചയായിട്ടും അത് സാധ്യത ഉണ്ടല്ലോ. കാരണം ഇവർ വേഷം മാറി വന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ചില വാർത്തകൾ കണ്ടു. അപ്പോൾ അത് അന്വേഷണം നടക്കട്ടെ. ഞാൻ പറയുന്നത് ഇതിനൊരു ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഔദ്യോഗികമായ ഒരു മേഖലയിൽ ഇത് എത്രമാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇതൊരു ഗോളായിട്ട് അവിടെ വെച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ അത് ഒരു ഗോളാക്കി വെച്ച് തീവ്രവാദത്തിലേക്ക് സംഘടനകളിലേക്ക് സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് അവിടെ വഴിയുണ്ട്. ഇതിനൊന്നും പണമല്ല പ്രശ്നം, ഇതിൽ വിശ്വാസം തന്നെ ഇതിന് വലിയ ഒരു ഘടകമാകുന്നതാണ് ഞാൻ ഈ ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയായിരുന്നപ്പോൾ നിങ്ങൾക്ക് 100 രൂപ തരാം വരൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയില്ല. പക്ഷേ നീ ഇത് ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടും, ഇത് ഒരു ദീനിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഒരു ദീനിയായ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ വഴിക്ക് പോകും. ഈ രീതിയിലാണ് ഗിൽറ്റ് ട്രിപ്പിങ്ങും അതുപോലെ തന്നെ ഈ കൊതിപ്പിക്കലും പേടിപ്പിക്കലും ഒക്കെ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ജിഹാദി പിറക്കുന്നത് എങ്ങനെയാണ്. അപ്പം മുസ്ലിമിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ ഇസ്ലാമിനകത്ത്. അതിലേറ്റവും പ്രധാനമാണ് ഇതുപോലെയുള്ള ഗസ്വായ് ഹിന്ദ്, അതുപോലെയുള്ള പല പല സാധനങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ മതം, ഈ തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നതിലെ ആ മതം അത് ഇന്ന് ഇസ്ലാമാണെന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് അക്നോളജ് ചെയ്ത് അതിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവിടെ വരുത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആന്റി സെമിറ്റിസം ആണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് ജൂതന്മാർ മനസ്സിലാക്കി അതിനെ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യാൻ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ ഗസ്വായ് ഹിന്ദാണ്. ഈ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനത്തിന് പിന്നിൽ ഒരു ഡോക്ടറിനുണ്ട്, ഇസ്ലാമിക് ഡോക്ടറിനുണ്ട്. ആ സാധനം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഹിന്ദുക്കൾ, കാഫിറുകൾ, ഇൻഫിഡൽസ് എന്നൊക്കെയുള്ള വാക്കുകൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ചില ബയലാട്രൽ വഴികൾ കൂടി നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു അബ്രഹാം അക്കോർഡ്സ് ഇവിടെ ഉള്ളതുപോലെ നമുക്കൊരു അക്കോർഡ് തുറക്കാൻ കഴിയണം. ആ രീതിയിലേക്ക് അതും കൂടി നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ യുദ്ധം, കുറേ സിവിലിയൻസ് കൊല്ലപ്പെടും, വീണ്ടും യുദ്ധം, വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക്, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാലം ഇത് തള്ളി നീക്കേണ്ടി വരും. ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനും കൂടി ഒരു വഴി നമ്മൾ കണ്ടെത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഘട്ടം ആയിട്ടുണ്ട്. എനിക്ക് ആ ഒരു നിലയ്ക്കുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നില്ല. അതും കൂടി വന്നാലാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുരേഷ് സാർ, നോക്കൂ, ഇനി സ്വാഭാവികമായും പ്രതിപക്ഷം അവർ ആരോപിക്കാൻ പോകുന്നത് ഇൻ്റലിജൻസിൻ്റെ പരാജയം എന്നുള്ളതാണ്, അല്ലേ? ഇപ്പോൾ രാഹുൽ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇൻ്റലിജൻസിൻ്റെ പരാജയം എന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ വിമർശനം ഉന്നയിക്കാനാണ് സാധ്യത. മാത്രമല്ല, ഇതിൽ ഒരു കാര്യം കൂടി, അതായത് അകത്തുള്ളവരുടെ, കാശ്മീരിലുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്താൻ പറ്റുമോ? ഇല്ല അനിൽ, ഇതിന് ലോക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് നടത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ സ്ലീപ്പർ സെല്ലിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇതേമാതിരിയാണ് ഈ ലോക്കൽ സപ്പോർട്ട് ഇല്ലാത്തത്. ബിക്കോസ് ഇവർക്ക് ട്രാൻസ്പോർട്ട് വേണം. ഇപ്പൊ ഈ അറ്റാക്ക് കഴിഞ്ഞ ബ്രിഗേഡിയറിന് അറിയാം, ബ്രിഗേഡിയർ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇത് കഴിഞ്ഞ ഇവരെന്ത് ചെയ്യുന്നതാണ്, ഇവർ സിവിലിയൻസിലേക്ക് മെൽറ്റ് ചെയ്തു. ഇവർ സിവിലിയൻ ഡ്രസ്സ് മാറി ഇവർ സിവിലിയൻസിനുള്ളിലേക്ക് പോകും. തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും, അല്ലെങ്കിൽ തോക്ക് വലിച്ചെറിയും. എവിടെയായാലും അവർ സിവിലിയൻസിലേക്ക് പോകും. ഇവരാരെയും കണ്ടിട്ടില്ല. ബിക്കോസ് ഇവരെ മോഹം മൂടിയിട്ടായിരിക്കും വന്നേക്കണേ. പക്ഷെ ഇവരുടെ ഇത് ടാക്ടിക്കൽ ഇതാണ്. ഇതിപ്പോ നമ്മൾ എവിടെയില്ല, ഏത് ടെററിസ്റ്റ് അറ്റാക്ക് കണ്ടാലും. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ നടന്ന ആ അറ്റാക്കിൽ നമ്മൾ കണ്ടു, ഇസ്രായേലിൽ വന്ന അറ്റാക്ക് ചെയ്തതിൽ കുറെ സിവിലിയൻസ് ഉണ്ടായിരുന്നു ഗാസയിൽ. അവരും ഇതിന്റെ പാർട്ടായിരുന്നു, അവരും ഇതിന്റെ ഒരു ഗ്രൂപ്പായിരുന്നു. പക്ഷെ ഇതിലിപ്പോ ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടന്റ് പാർട്ടുണ്ട്, ഈ ആന്റി സെമിറ്റിസം ടാക്കിൾ ചെയ്യണത്. ട്രംപ് വരുന്ന ഒരു ഫ്രീ റണ്ണായിരുന്നു അമേരിക്കൻ ക്യാമ്പസസിൽ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുള്ള ഒരു കണക്കായിരുന്നു അവിടുത്തെ ക്യാമ്പസുകൾ. പക്ഷെ നമ്മൾ കണ്ടു ട്രംപ് വന്നപ്പോ തൊട്ട് അവിടെ ഒരു ക്രാക്ക് ഡൗൺ നടന്നു. അനിലെ ആന്റി സെമിറ്റിസം ആരാലും അവിടെ പാലസ്റ്റീനിയൻ ഫ്ലാഗ് പിടിച്ച് നടന്നാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാൽ മതി, അവരെ പിടിച്ച് അന്ന് തന്നെ വിസ ക്യാൻസൽ ചെയ്ത് അവരെ തിരിച്ചു പറഞ്ഞേക്കുക. അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ആയാലും അവന്റെ ഗ്രീൻ കാർഡ് ക്യാൻസൽ ചെയ്ത് അവനെ പുറത്തേക്ക് പറഞ്ഞേക്കുക. നമ്മുടെ അവിടെ നമ്മൾ ഇപ്പോഴും പറയുന്ന മാതിരി ഞാൻ ആരിഫിന്റെ കുറെ വീഡിയോകൾ കാണാറുണ്ട്. എപ്പോഴും ഞാൻ വിചാരിക്കും ആരിഫിനെ ശരിക്കും സമ്മതിക്കണം, ധൈര്യമായിട്ട് ആരിഫിന്. ബിക്കോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ അത്ര ഈസി അല്ല. ബിക്കോസ് അന്യനാട്ടിൽ എന്ന് പറയുന്ന മാതിരിയല്ല കേരളത്തിൽ നിന്ന് പറയണത്. ഏതെങ്കിലും ഒരു തലയിരിഞ്ഞവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞ 2018 എനിക്കൊരു അനുഭവം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഡെത്ത് ത്രെറ്റ്, ഒഫീഷ്യലായിട്ട് ഡെത്ത് ത്രെറ്റ് ഉണ്ട് എനിക്ക്. ഞാൻ പിന്നെ സുപ്രീം കോടതിയിൽ പോയി പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു അതിനുള്ളത്. അതൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ എല്ലാത്തിനും നമുക്ക് സുപ്രീം കോടതിക്ക് ഓടാൻ പറ്റില്ലല്ലോ. നമുക്ക് കപിൽ സിബലും ഈ പറഞ്ഞ ഈ പ്രശാന്ത് ഭൂഷണും നമ്മുടെ അടുത്ത് ഇല്ലല്ലോ. പക്ഷെ അതല്ല അനിൽ കാര്യം, ഈ ബാറ്റിൽ ഓഫ് നെറേറ്റീവ്സ്. ബിക്കോസ് നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ടെൻഡൻസി ഒരു ശരിയാണ്, ഹിന്ദു മെജോറിറ്റി കൺട്രി ആണെന്ന് പറയും. പക്ഷെ ഇസ്രായേലിന്റെ അടുത്ത് അത്രയുള്ള ഒരു മീഡിയ പവർ നമ്മുടെ കയ്യിലില്ല. ഇപ്പൊ നമ്മൾ US തന്നെ കണ്ടറിയാം, നമുക്ക് ഇസ്രായേലാണ്, ജൂസ് ആണ് ഇവരുടെ ഫൈനാൻഷ്യലും ഇവരെ മീഡിയയും കൺട്രോൾ ചെയ്യണത് കംപ്ലീറ്റ് ആയിട്ട്. എന്നാലിപ്പോ കുറച്ച് ലെഫ്റ്റിസ്റ്റുകാർ കയറി വന്നിട്ടുള്ള CNN-ലും
ന്യൂയോർക്ക് ടൈംസിലൊക്കെ ലെഫ്റ്റിസ്റ്റുകാർ ഇഷ്ടം പോലെ ഉണ്ട്, ഈവൻ വാഷിംഗ്ടൺ പോസ്റ്റ്. പക്ഷെ അതല്ല കാര്യം. നമുക്കൊരു ബാറ്റിൽ ഓഫ് നൈറ്റ്, നമുക്കൊരു അമേരിക്കക്കാരന്റെ അടുത്ത് എന്താണ് കശ്മീരിൽ നടക്കണതെന്നെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അല്ലേ? പറ്റില്ല. അവർക്കത് അറിയില്ല. പക്ഷെ അതേസമയം അവർ ഗാസയെ പറ്റി പറയുമ്പോൾ അവർ ഇമ്മീഡിയറ്റ് ദേ റെക്കഗ്നൈസ് ഇറ്റ്. ബിക്കോസ് ഒരു കൺസിസ്റ്റന്റ് നരേറ്റീവ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോൾ അവർ ബ്രീഫിംഗ് നടത്തുന്നത് അവർ ആർമിയുടെ സ്പോക്സ് പേഴ്സൺസ് ആണ്. അത് യൂഷ്വലി ഒരു ബ്രിഗേഡിയർ ലെവലിലും ലെഫ്റ്റനന്റ് ജനറൽ ലെവലിലുള്ള ആൾക്കാരാണ് ഈ ബ്രീഫിംഗ് കൊടുക്കുന്നത്. അപ്പൊ അതൊരു കോൺഫിഡൻസ് കൊടുക്കും അവർക്ക്. പക്ഷെ നമ്മുടെ അവിടെ പ്രോബ്ലം എന്താണ്, നമ്മുടെ ഒരു സിവിലിയൻ ലൈഫിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ ഡീൽ ചെയ്യാൻ വരുന്നത്. അത് അമിത്ഷാ അല്ലെങ്കിൽ യൂണിയൻ ഹോം സെക്രട്ടറി അവരൊക്കെയാണ് ബ്രീഫിംഗ് കൊടുക്കുക. നമ്മൾ ഈ ബാറ്റിൽ ഓഫ് നെറേറ്റീവ്സ് ജയിച്ചേ പറ്റുവാനേ. ഈ പറഞ്ഞ മാതിരി നമുക്ക് ഓർമ്മയുണ്ട് 3 ദിവസം ഒരു ഡിബേറ്റില് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പയ്യൻ വന്നിരുന്ന അവിടെ കാഫിറിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് അന്ന് ആരിഫ് വന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ ആക്ച്വലി കാഫിർ എന്ന് പറഞ്ഞപ്പോ എന്നെ ചാലഞ്ച് ചെയ്തു. ഇല്ല, ആരിഫ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ബാറ്റിൽ ഓഫ് നെറേറ്റീവ്സ്. നമ്മുടെ ഞാനൊരു 38 കൊല്ലമായിട്ട് മീഡിയയിലുള്ള ഒരാളാണ്. ഞാൻ കണ്ടുവന്നിട്ട് നമ്മുടെ ഒരു പസിഫിസ്റ്റ് ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നത് 2014 കഴിഞ്ഞ് ഗർമേ ഗുസ്കെ മാറി കഴിഞ്ഞ മോദിയുടെ ഒരു സ്ലോഗനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്ലോഗനൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്കൊരു ഇന്റർനാഷണൽ മീഡിയ, ഇപ്പൊ നമ്മൾ നോക്കട്ടെ, US മീഡിയ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ എക്കോണമിസ്റ്റ് എടുത്ത് നോക്കുക, BBC എടുത്ത് നോക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ആന്റി മോദി, ആന്റി ഇന്ത്യ, ആന്റി BJP കഥകളാണ് അവർ നടത്തുക, ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട്. പക്ഷെ നമ്മളെങ്ങനെ അവരെ കൺട്രോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, അവരവിടുന്ന് ബാൻ ചെയ്യുക, അല്ലെങ്കിൽ അവരവിടുന്ന് ഒരു ഇൻകം ടാക്സ് റെയ്ഡ്, 2 ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി, അവർ EDയുടെ ഒരു പ്രോബൊക്കെ നടത്തി. പക്ഷെ അതിന്റെ കൂടെ അവരുടെ കഥകൾ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഇന്നലെ ഞാൻ അവിടുത്തെ ബ്രിട്ടീഷ്, ഞങ്ങളുടെ അവിടുത്തെ എന്റെ കുറെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അവർ പൊളിറ്റിക്സിൽ ആക്റ്റീവാണ്, കൗൺസിൽ മെമ്പേഴ്സ് ഒക്കെയാണ് അവിടെ. അവർ പറയുന്നത് ഇപ്പൊ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു കോൺസ്പിറസി എന്ന് പറയുന്നത് ആന്റി ഹിന്ദു ഫോബിയയുടെ നടക്കുന്ന അവിടെ. ഹിന്ദുക്കളാണ് ബ്രിട്ടനിൽ വന്നിട്ട് ടെററിസം അറ്റാക്ക് നടത്തുന്നത്. ആലോചിച്ച് നോക്കുക, അവിടെ ഉള്ളത് മൊത്തം പാകിസ്ഥാനിക്കാരാണ്, അവരാണ് ചെയ്യണത് മോൾ. പക്ഷെ പേര് വന്നേക്കുന്നത് ഇന്ത്യക്കാരെയാണ്. അവിടെ ഗ്രൂമിംഗ് ഗാങ്സ് ഉണ്ടായിരുന്നു, ഈ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അതില് ഏഷ്യൻ ഗാങ്സ് എന്ന് പേര് മാറ്റി, പാകിസ്ഥാനി എന്ന് പറയില്ല അവര്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു ബാറ്റിൽ ഓഫ് നെറേറ്റീവ്സ് നമ്മൾ തോറ്റുപോയി. നമ്മൾ ഇപ്പോഴല്ല, പണ്ട് തൊട്ട് ഇങ്ങനെ തന്നെയാണ്. നമുക്കൊരു കൺസിസ്റ്റന്റ്, നമ്മളൊരാളെ അടിക്കാൻ പോകണമെങ്കിൽ പറഞ്ഞിട്ട് അടിക്കണം. അപ്പൊ അതാണ് വേണ്ടത്, പറഞ്ഞിട്ട് അടിക്കണം അവന്. അങ്ങനെയാണ് പേടി വേണ്ടത്. ഇസ്രായേൽ അങ്ങനെയാണല്ലോ, വി ആർ ഗോയിങ് ടു ഹിറ്റ് യു ആൻഡ് വിൽ ഹിറ്റ് യു ഹാർഡ്, കഴിഞ്ഞു, ആൻഡ് വി വിൽ ടേക്ക് യു ഔട്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് പറയാം, അതിലൊരു ഡൗട്ടും ഇല്ല. അല്ല സാർ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ട്രംപിന് തുരപ്പന്മാരെയൊക്കെ ഓടിക്കാമെങ്കിൽ വൈ കാൺ നരേന്ദ്രമോദി? വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇതാണ് പ്രോബ്ലം. നമ്മുടെ നാട്ടിൽ ഡെമോക്രസി കുറച്ച് കൂടിപ്പോയി, അതാ പ്രോബ്ലം ആയിപ്പോയത്. നമ്മുടെ കോടതികള്, ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് തന്നെ, തൂക്കിക്കൊല്ലാൻ പോണ ഒരു ടെററിസ്റ്റിന് രാത്രി 12 മണിക്ക് കോടതി തുറന്ന നമ്മുടെ ഒരു ഹിസ്റ്ററി ഉണ്ട് നമുക്ക്. ഇതാണ് പ്രോബ്ലം. നാളെ ആരിഫ് ഹുസൈന് ഒരു പ്രോബ്ലം വന്നാലും സുരേഷ് ഗോപിന് ഒരു പ്രോബ്ലം വന്നാൽ ഇതേ സുപ്രീം കോടതി രാത്രി 12 മണിക്കൊന്നും വാതിൽ തുറക്കില്ല. എനിക്ക് ഓർമ്മയില്ല, എന്റെ 2018 എന്റെ അഗേൻസ്റ്റ് ഡെത്ത് ത്രെട്ട് വന്നപ്പോഴും എനിക്ക് ലക്കി ആയിട്ട് 3 ദിവസത്തോടെ ഹിയറിംഗ് കിട്ടി. ബിക്കോസ് ജസ്റ്റിസ് മിശ്ര ആയിരുന്നു ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന് എന്ത് നന്നായി തോന്നി എന്താ അറിഞ്ഞൂടാ, അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് എടുത്തോ കേസ്. പിന്നെ ജസ്റ്റിസ് ലളിതും ജസ്റ്റിസ് പറാശ്. പക്ഷെ ഇത് എല്ലാവർക്കും കിട്ടുന്നില്ല, ലക്കി ആവണമെന്നില്ല. എല്ലാവരും മാധ്യമപ്രവർത്തകരല്ലോ. ഇതാണ് ഒരു പ്രോബ്ലം, നമ്മുടെ ഒരു ബാറ്റിൽ ഓഫ് നെറേറ്റീവ്സ്. നമുക്ക് ഈ പറഞ്ഞ മോദിക്ക് നാളൊരു ആളെ പിടിച്ച് ഇവിടുന്ന് പുറത്തേക്കാക്കണം. ട്രംപ് ചെയ്യുന്നില്ല. ഇപ്പൊ ട്രംപിന് എത്ര കോടതികൾ അവിടെ തടയുന്നത്? ഡെയിലി ഒരു ജഡ്ജ് പറയും ഇവരെ വിടാൻ പറ്റുക, അവനെ വിടാൻ പറ്റുക. അപ്പളേക്ക് നോക്കുമ്പോൾ അവനെ പ്ലെയിനിലാക്കി അവനെ കൊണ്ട് എക്വഡോറിൽ കൊണ്ട്, എവിടെ കൊണ്ട്, എൽ സാൽവഡോറിൽ കൊണ്ട് ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഇതാണ് വേണ്ടത്. കുറച്ച് അങ്ങോട്ട് ഈ പറഞ്ഞ ഒരു കോടതിയൊക്കെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ഇപ്പൊ ജഡ്ജിമാർ പേടിച്ചു തുടങ്ങി. അന്ന് ധൻകർ സാർ ഒരു സ്പീച്ച് കൊടുത്തു കഴിഞ്ഞപ്പോ 2 പ്രാവശ്യം കോടതി മിഞ്ഞാന്ന് പറഞ്ഞു, അയ്യോ ഞങ്ങളെപ്പോ പറഞ്ഞ നിങ്ങൾ എക്സിക്യൂട്ടീവിൽ വന്ന് ഇന്റർഫിയർ ചെയ്യണം. അതിൻ്റെ അകത്ത് അവർക്ക് അറിയാം നമ്മുടെ അവിടെ ഈ പറഞ്ഞ മാതിരി ടഫ് ആവണം. ഈ ആരിഫ് സാർ പറഞ്ഞ നമ്മൾ ടഫ് ആവാണ്ട് പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ ഒരു അവാന അടിച്ചോ ഒരു കുഴപ്പമില്ല, ഗാന്ധിജി വന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് അടിച്ചോ ഇപ്പുറത്തും അടിച്ചോ ആ പറ്റില്ല. വി ഹാവ് ടു ഫൈറ്റ് ബാക്ക് ആൻഡ് ഫൈറ്റ് ബാക്ക് ഹാർഡ്. ബിക്കോസ് ഈ ലോകത്തിൽ ഒറ്റ ലാംഗ്വേജ് മനസ്സിലാക്കുള്ളൂ. അടിക്കണോ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ മറ്റവന് പേടി. അതാണ് ഇസ്രായേലിൽ ചൊറിയാൻ പോവാത്ത ഇവരാരും. അത് ഹെസ്ബുള്ള ആവട്ടെ, ഹമാസ് ആവട്ടെ, ഈവൻ ഹൂത്തികളാവട്ടെ, ഈ 3 എച്ചിനും പേടിയുള്ളത് ഇസ്രായേലിന് ഇതാണ്. അവരെന്തെങ്കിലും പോയി ചെയ്താൽ അവർ തിരിച്ചടിക്കും, 10 അടി തിരിച്ചടിക്കും. ആ ഒരു പേടി വേണം. നമ്മുടെ അവിടെ പ്രോബ്ലം എന്താ, നമ്മൾ പോയി ബാലക്കൗട്ട് അറ്റാക്ക് ചെയ്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു അവിടെ കുറച്ച് മരങ്ങളെ വീണിട്ടുള്ളൂ എന്ന്. പ്രൂഫ് കാണിച്ചു തരാൻ പറഞ്ഞു. ഇന്ന് വരെ ഒസാമ ബിൻ ലാഡന്റെ ബോഡി കാണണമെന്നിട്ട് ഏതെങ്കിലും അമേരിക്കൻ പാർട്ടിക്കാര് പ്രൂഫ് ചോദിച്ചിരുന്നു? ഇല്ലല്ലോ. നമ്മളവിടെ എല്ലാത്തിനും പ്രൂഫാണ്. നമ്മൾ അവിടെ അടിച്ചോ പ്രൂഫ് വേണം. അപ്പോഴേക്ക് അവിടെ നിന്ന് പറയും അങ്ങനെ നമ്മളെ ആൾക്കാരൊന്നും ചെയ്തില്ലേ, വെറുതെ പറഞ്ഞാന്ന് പറയും. ഇതാണ് നമുക്കൊരു ഈ പറഞ്ഞൊരു യൂണിറ്റി ഇല്ല അതിലെ. ഇതാണ് നമ്മളെ പണ്ട് തൊട്ട് തന്നെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ട് വന്ന മുഗളാവട്ടെ, അതിനു മുമ്പ് അഫ്ഗാൻസ് ആവട്ടെ,
അത് കഴിഞ്ഞ് പോർച്ചുഗീസ് ആവട്ടെ, ഡച്ച് ആവട്ടെ, പിന്നെ ഇംഗ്ലീഷുകാരാവട്ടെ, നമുക്കൊരു യൂണിറ്റി ഇല്ല. ഈ പറഞ്ഞ നമുക്കൊരു ആന്റി സെമിറ്റിസം, ആന്റി ഹിന്ദു ഫോബിയ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതാണ് വേണ്ടത്. ഓക്കെ, വേണു സാർ, സപ്പോസ് താങ്കളിപ്പോൾ പഹൽഗാമിലാണെന്ന് വിചാരിക്കുക, ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ ആയിരിക്കും താങ്കൾ ആലോചിക്കുക? ഇപ്പോൾ എന്തായാലും റിറ്റാലിയേഷൻ അത് ഇമ്മിനൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാകുന്ന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബട്ട് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്തായിരിക്കും? ഒരു മിലിറ്റന്റിനോ അവിടുത്തെ ഒരു പബ്ലിക്കിനോ തമ്മിലുള്ള വലിയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അവിടെ കോർഡിനൻസ് സെർച്ച് ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു വില്ലേജ് പോയി വളഞ്ഞ് എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അവിടെ താമസിക്കുന്നവരെല്ലാം അവരുടെ മെയിൻ ഒരു മൈതാനത്തിൽ എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓരോരുത്തരെ ഇങ്ങനെ ഫ്രിസ്ക് ചെയ്ത് നോക്കും. പിന്നെ യു ഗോ അറൌണ്ട് ദ ഹൗസസ്, അവിടെ എന്തെങ്കിലും എക്സ്പ്ലോസീവ് വെപ്പൺ എന്തെങ്കിലും ഉണ്ടോ എന്ന്. വാസ്തവം പറഞ്ഞ അന്ന് ആണെങ്കിൽ തന്നെ ഇവരുടെ ഒരു വസ്ത്രധാരണം കാശ്മീരികളെ പറ്റി നമുക്കറിയാലോ. അവര് സാധാരണ ഈ തണുപ്പ് ഈ ഏപ്രിൽ മാസങ്ങൾക്ക് എല്ലാം തന്നെ ഇല്ലെങ്കിലും വിന്റർ കഴിഞ്ഞ് ആ വിന്റർ വൈകുന്നേരത്തെല്ലാം തണുപ്പാണല്ലോ. അപ്പോ ഈ സാധാരണ ഡ്രസ്സിന്റെ പുറകില് ആണുങ്ങളാണെങ്കിലും ഫിറൻ എന്നും പറഞ്ഞ ഒരു ഓവർകോട്ട് പോലുള്ള ഒരു സാധനമുണ്ട്. അപ്പൊ വെപ്പൺ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുകയോ അതിനുള്ള സ്ഥലങ്ങൾ ചിലയിടത്തുണ്ടാവും. ഈ പറഞ്ഞ പോലെ സ്ലീപ്പർ സെൽസും ലോക്കൽ കുറച്ച് സപ്പോർട്ടും എപ്പോഴും അവർക്കുണ്ട്. ആ ഒരു ആന്റി ഇന്ത്യ ഫീലിംഗ് ടോട്ടൽ പോകാൻ ഇപ്പോ ആരിഫ് പറഞ്ഞതുപോലെ ഒരു 3 ദശകങ്ങളോ എല്ലാം വേണ്ടി വരുമായിരിക്കും. അപ്പൊ അവര് വെപ്പൺ എവിടെയെങ്കിലും വെച്ച് കൂട്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഹൂസ് മിലിറ്റന്റ്, ഹൂസ് നോട്ട് പബ്ലിക് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ ഈ കാര്യത്തെ നമ്മുടെ സ്ലീപ്പർ സെൽസിനെ കൂടാതെ തന്നെ ഈ കാശ്മീർ വാലിയിൽ എസ്പെഷ്യലി നമ്മുടെ നഗ്രോട്ടാസ്, നമ്മുടെ പി പഞ്ചാൽ റേഞ്ചസിന്റെ അതിന് വാലികളിലാണ് അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഈ 16 കോറും 15 കോറും ഉള്ളത്. നമ്മൾ ഈ അടുത്തിടെ വരെ ഉണ്ടായിരുന്നത്, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഞാനുള്ള സമയത്ത് വാലിയിലാണ് ഓപ്പറേഷൻസും മിലിറ്റൻസ് കൂടുതലുണ്ടായിരുന്നതും ഓപ്പറേഷൻസും കൂടുതലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പീർ പഞ്ചാലിന്റെ സദേൺ ഏരിയ എന്ന് പറഞ്ഞ രജൌരി, പുഞ്ച് ആ ഏരിയയിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ മനസ്സിലാക്കി അവിടെയെല്ലാം ആ ഏരിയകളാണെങ്കിൽ ചില ഗുഹകൾ തന്നെ ഉണ്ട്. അപ്പോ എല്ലാം പലതും അപ്രാപ്യങ്ങളാണ്. ഇതെല്ലാം മാൻ ചെയ്ത് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള സപ്പോർട്ട് ആളുകളിൽ നിന്നുണ്ടാവാം. ഈ ഇൻഫർമേഷൻ അവർ വെക്കി നടത്തും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ കഴിഞ്ഞ വർഷം 2 കോടി ടൂറിസ്റ്റുകൾ വന്നിരുന്നു. 24-ല് 23-ലും 2 കോടി വന്നിരുന്നു എന്നാണ് കണക്ക് ഞാൻ കാണുന്നത്. അപ്പോ അതിന്റെ ഒരു 1/3 ഒക്കെ ആളുകൾ ഇവിടെ ഗുൽമർഗിൽ പോകും, ദാൽ ലേക്ക് ആൻഡ് അറൌണ്ട് അവിടെ പോകും, മുഗൾ ഗാർഡൻസിൽ പോകും, പഹൽഗാം, ഇതെല്ലാം മസ്റ്റ് ഗോ ഏരിയാസ് ആണല്ലോ. അപ്പൊ ഒരു 1/3 എല്ലായിടത്തും ഉണ്ടാവും. അപ്പോ ഇവരുടെ എന്താണ് പാറ്റേൺ, എവിടെയാണ് പോലീസിന്റെ വീഴ്ച, സെക്യൂരിറ്റി, ഞാനിപ്പോ പോലീസിന് പറയുന്നില്ല, സെക്യൂരിറ്റിയിലുള്ള ഒരു വീഴ്ച ഏതാണ് എന്നൊക്കെ അവര് പല റെക്കിയൊക്കെ നടത്തിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോ ഒരു AK-47 2 മാഗസീൻ ഉണ്ട്. ആ 2 മാഗസീൻ തന്നെ വേണ്ട ഒരു 10-50 പേരെ കൊല്ലാൻ അത്രയും മതി. അപ്പൊ ഒരു 3-4 ടെററിസ്റ്റ് ഉണ്ടെങ്കിൽ അത് അവരും ഇതുപോലെ ആർമി യൂണിഫോമിൽ ഫെറ്റീഗിലാണ് വന്നതെങ്കിൽ ഈ സാധാരണ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. അപ്പൊ ID ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ആർമിയിൽ ഒരാൾ വന്ന് ഇവരുടെ എന്തുകൊണ്ട് കാണാതെ എസ്പെഷ്യലി അവിടുത്തെ സുരക്ഷയെ പറ്റി ഒരു മുൻവിധികൾ ഇല്ലാതെ, ഒരു പേടിയില്ലാതെ ചെയ്യുന്നിട്ടുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഇതിനെപ്പറ്റി അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം ഇനി ഉണ്ടാകും. പക്ഷെ ഇതുവരെ ഇനി ഉണ്ടാകും പക്ഷെ ഈ സന്ദർഭത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരടുത്തെങ്ങാനും നിന്ന് ഒരു ഫയർ ചെയ്താണെങ്കിൽ ഇത്തരം കാഷ്വാലിറ്റി ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പൊ അതിന്റെ സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായിരുന്നു ആക്ച്വലി വാട്ട് ദേ ഡിഡ്. എന്നാലും പറയുന്നത് കേട്ടിട്ട് ദേ ഐഡന്റിഫൈഡ് പീപ്പിൾ ആൻഡ് ഷോട്ട് ദം പോയിന്റ് ബ്ലാങ്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള അതാണ് ഇപ്പൊ വരുമ്പോ എന്താണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു ഭീകരമായ ഒരു ആക്രമണം ഈ അടുത്ത കാലത്തൊന്നും കാശ്മീർ വാലിയിൽ ഉണ്ടായിട്ടില്ല. അതും അവിടെയുള്ള ജനങ്ങളെല്ലാം ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ വന്ന നിരായുധരായ ആൾക്കാരെയാണ് ഇത് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് IS-നോ പാകിസ്ഥാൻ ആർമിക്കോ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് എന്നതിൽ സംശയമൊന്നുമില്ല.
അപ്പൊ അതില് കുറച്ച് ഇങ്ങോട്ട് വരുന്നതിനെ ഒഴിഞ്ഞുവിട്ട കോഴികളെ കൂട്ടാണ് ഇങ്ങോട്ട് ആളുകളെ ഈ മിലിറ്റൻസ് വരുന്നത്. അവർക്ക് കൊടുത്ത അവര് റിട്ടേൺ ഓഫ് അവർ ആസ് ഫാർ ആസ് ദേ ആർ കൺസേൺ അവര് ഒരു വിലയില്ലാത്ത ചീട്ടുകളാണ് ഇവരെല്ലാവരും. എത്ര പേര് മരിക്കുന്നു ഉള്ളതല്ല. അറ്റ് എനി പോയിന്റ് ഇൻ ടൈം കാശ്മീർ 150 കൂടുതൽ ടെററിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് ദാറ്റ് ഈസ് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡോമിനേഷന്റെ കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയും അവൾക്ക് പുറത്തു വരാൻ വെപ്പണായിട്ട് പുറത്തു വരാൻ അവർ പേടിക്കുന്നത് കൊണ്ടാണ്. ഞാനുള്ളപ്പോൾ തന്നെയാണെങ്കിലും ഇങ്ങനെ ആളുകളില്ലാത്ത സ്ഥലത്ത് വല്ല ഇക്കാദുക്ക ആക്രമണങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇനി ഈ എന്താണ് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോ ഓൺ റിട്ടേൺ ഓഫ് പ്രൈം മിനിസ്റ്റർ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഹയസ്റ്റ് ആ കൗൺസിൽ കൂടും. അവരുടെ പല ഓപ്ഷൻസ് ഉണ്ടാവും. അവരാണ് തീരുമാനിക്കേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ ഇതിനുള്ളൊരു റെസ്പോൺസ് കൊടുക്കേണ്ടതെന്ന്. പിന്നെ ആസ് ഫാർ ആസ് ദ ഇന്റേണൽ സിറ്റുവേഷൻ ഓഫ് പാകിസ്ഥാൻ ഈസ് കൺസേൺഡ്, എന്താണ് ഇപ്പൊ ചെയ്യാൻ എന്താണ് കാര്യം? അവര് 2021 ഇപ്പോ ഇവിടുന്ന് അമേരിക്കൻ ഫോഴ്സസ് അത് കഴിഞ്ഞ് അവിടുന്ന് പോയത് നമുക്ക് ഓർമ്മയുണ്ട്. 2-3 വർഷമായെന്നാണ് എന്റെ ഇപ്പൊ ഓർമ്മ. അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ വിചാരം അന്ന് തന്നെ IS-ന്റെ ചീഫ് ഡയറക്ടർ ജനറൽ അവിടെ ഈ ഫ്ലൂ ഇൻ ആൻഡ് ഈ കൺഗ്രാറ്റുലേറ്റഡ് ദ പ്രൈം മിനിസ്റ്റർ ദർ. ഈ തോട്ട് അവരുടെ ഒരു സ്ട്രാറ്റജിക് ഡെപ്ത് ഈ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് അവരെപ്പോഴും ഒരു സ്ട്രാറ്റജിക് ഡെപ്ത് നോക്കുമായിരുന്നു. പറഞ്ഞപ്പോ അഫ്ഗാനിസ്ഥാനും അവരുടെ കൂടെ നിന്നാല് ഇപ്പൊ പാകിസ്ഥാന്റെ അത്രയും തന്നെ ഒരു വെടുത്ത് അഫ്ഗാനിസ്ഥാൻ പുറകിലുള്ളത് കിട്ടും അവർക്ക്. എന്നാൽ അത് കരുതിയൊക്കെയാണ് അവർ പോയത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോ ആ ഡുറൻഡ് ലൈൻ, ദ ഇന്റർനാഷണൽ ബോർഡർ, ബ്രിട്ടീഷുകാര് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയ്ക്കുണ്ടാക്കിയ ഡുറൻഡ് ലൈനിനെ അവര് സ്വീകരിക്കുന്നില്ല. പാകിസ്ഥാൻ അവർ പറയുന്നത് അവിടെയുള്ള പഷ്തൂൺകാര് ദേ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് സോർട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റർനെറ്റ് ബോർഡേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. അത് അവർക്ക് പ്രശ്നമാണ്. TTP ആകട്ടെ ഇവര് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗത്തിലേക്ക് വന്നാൽ ബലൂച്ച് ലിബറേഷൻ ആർമി നമ്മള് ട്രെയിനിന്റെ ഹൈജാക്കും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പൊ പാകിസ്ഥാൻ ആർമിയുടെ കൺട്രോളിൽ അല്ല. ഒരു മോർ ദാൻ ഹാഫ് ഓഫ് പാകിസ്ഥാൻ ഈസ് നോട്ട് ആക്ച്വലി സ്പീക്കിംഗ്. അവരുടെ പഞ്ചാബും കുറച്ച് സിന്ധും അവരുടെ കയ്യിലുണ്ട് ഇപ്പോ. അപ്പോ അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ നോട്ട് എവറിത്തിങ് ഈസ് ഓക്കെ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് ലോകത്തിന് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇപ്പോ POK-യില് നമ്മുടെ തൊട്ട് LCയുടെ ലൈൻ ഓഫ് കൺട്രോളിന്റെ തൊട്ട് വടക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങള് ഇന്ത്യയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് അവിടെ പോലീസിനെതിരായിട്ട് തന്നെ അവിടെ പാരാമിലിറ്ററി ഫോഴ്സിനെതിരായിട്ട് അവിടെ സമരങ്ങൾ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ അവിടെയാണ് അവിടുത്തെ ഇലക്ട്രിക്കൽ എനർജി അവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവരിൽ നിന്ന് കൂടുതൽ ചാർജ് ഈടാക്കുന്നു. അങ്ങനെ പല വിധത്തിലും POK-ക്കാർ ഇന്ത്യയിൽ ഇവിടുത്തെ ആഫ്റ്റർ ഈ 370 റിവോക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റും ഇവിടെയുള്ള കാര്യങ്ങളും എല്ലാം അവർക്ക് കണ്ണുകടിയാണ്. അപ്പോ ഒന്നാമത് നമുക്ക് POK വേണമെന്ന് ഞാൻ കരുതുന്നില്ല. ദാറ്റ് വിൽ ബി അനദർ പ്രോബ്ലം ഫോർ അസ്. അതേതായാലും വേണ്ട, നമുക്ക് വേണമെങ്കിൽ തന്നെ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ ആ ഏരിയയാണ് സ്ട്രാറ്റജിക്കലി നമുക്ക് ഇമ്പോർട്ടന്റ്. ഈ പറഞ്ഞ പോലെ ഇനി ഒരു അടുത്ത കുറച്ച് ദിവസങ്ങളോളം, ഇപ്പൊ നാളെ തന്നെ ചെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നില്ല. പക്ഷെ ഇതിന് തക്കതായ പ്രതികാരം നമ്മൾ ചെയ്യാതിരിക്കരുത് എന്നാണ് ഒരു പൂർവ്വ മിലിറ്ററി മാൻ എന്ന നിലയിൽ എന്റെ വ്യക്തിഗതമായ അഭിപ്രായം. അനിൽ. ഓക്കെ ആരിഫ് ഹുസൈൻ, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാനിതിൽ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി, തുണിപൊക്കി നോക്കിയും പേര് ചോദിച്ചും മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്തൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അത്യന്തഹീനമായിട്ടുള്ള ഇതില് നോക്കിയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതെ, അപ്പൊ അത് വരുമ്പോൾ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതമുണ്ട്, ആ മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇതൊരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് ഇതൊരു ഐഡിയോളജിയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ അംഗീകരിക്കാനും അത് അഡ്രസ്സ് ചെയ്യാനും അത് അക്നോളജ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അതുകൂടാതെ ഇതൊരു വെറുതെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാതെ ഇത് ഒരു ബാർബറിസവും അതുപോലെ തന്നെ സിവിലൈസേഷനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ നമ്മളുടെ ഇവിടുത്തെ പോളിസി മേക്കേഴ്സിനും ഇവിടുത്തെ ഭരണാധികാരി ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്
പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ടും ആദ്യമായിട്ടൊക്കെ പറയാനുള്ളത്. കാരണം ഇനിയെങ്കിലും നമ്മൾ ആ ഒരു ആംഗിളും കൂടി ഇതിനകത്ത് കൊണ്ടുവന്ന് ആ ആംഗിളിൽ ഇതിനെ പരിഹരിക്കാനുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഷോ കാണിക്കുന്ന മീൻസ് ഇങ്ങനെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആ രീതിയിൽ ഇത് ഒതുങ്ങും. അതുകൊണ്ട് കാര്യമില്ല, ഇത് പരിഹരിക്കണം. ഇതിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾ സാധാരണ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ കൂട്ടത്തിൽ സാധാരണ മുസ്ലിമും പെടും. കാരണം ഈ തീവ്രവാദികളാക്കപ്പെടുന്നവരിൽ കൂടുതലും സാധാരണ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഡീ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു വിഷയവും കൂടി ഇതിനകത്ത് കൂടുതൽ പ്രോത്സാഹനം കൊടുത്താൽ അല്ലാതെ ഈ ടെററിസത്തിന് നമുക്കൊരു അന്ത്യം കാണാൻ കഴിയില്ല എന്നത് മാത്രമാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ. അത് പറയാൻ ഇനിയെങ്കിലും നമുക്ക് സാധിക്കണം. അത് സാധിക്കുന്നില്ല. ഇത് തീവ്രവാദികളിലേക്കും തീവ്രവാദത്തിലേക്കും ഒരു ജിയോഗ്രഫിയിലേക്കും മാത്രം ചുരുക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നതല്ല. ഇത് ഐഡിയോളജിയാണ് ഇതിന്റെ പ്രശ്നം. ഐഡിയോളജി ആണ് ഇവിടുത്തെ ഈ യുദ്ധത്തിന് കാരണം. ഇതൊരു ഐഡിയോളജി വാറാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. യെസ് സുരേഷ് സാർ, എനിത്തിങ് ടു ആഡ്? ഒറ്റ മിനിറ്റ്. ഇല്ല, എനിക്ക് എത്ര പറയാനുള്ളൂ. ആരിഫ് പറഞ്ഞ മാതിരി നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കോൾ എ സ്പേഡ് എന്ന് ഇനിയെങ്കിലും പറയണം. ഇപ്പൊ തന്നെ നമുക്ക് പറയും ടെറർ ഹാസ് നോ റിലീജിയൻ. പിന്നെയും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. പിന്നെ അടുത്തൊരു അറ്റാക്ക് വരുന്നവരെ നമ്മളിതെല്ലാം മറന്നുപോകും. പുൽവാമയൊക്കെ നമ്മളിപ്പോഴും മറന്നുപോയി കഴിഞ്ഞു. പക്ഷെ അതല്ല ഉണ്ടാവേണ്ടത്. ഇതൊരു ടെറർ ഹാസ് എ റിലീജിയൻ. അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതിനെ ഹെഡ് ഓൺ എടുക്കണം. അതിന് മോദി ഗവൺമെന്റിന് കുറച്ചും കൂടി ധൈര്യം കാണിക്കണം. ശരിയാണ്, മെജോറിറ്റി ഇല്ല, അതൊക്കെ പറയാൻ വേണമെങ്കിൽ. എന്നാലും ഈ പറഞ്ഞ മാതിരി ഈ ടെററിസ്റ്റിന് അത് കശ്മീരിലായാലും മണിപ്പൂരിലായാലും എവിടെയായാലും ഇവരടിച്ച് ശരിക്കും ഷേപ്പിലാക്കേണ്ടത് മോദി ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു പണിയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ദ നരേറ്റീവ് വിൽ ബി ലോസ്റ്റ് ടോട്ടലി. യെസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് ഒന്നുകൂടെ വായിക്കുകയാണ്. ദോസ് ബിഹൈൻഡ് ദിസ് ഹീനിയസ് ആക്ട് വിൽ ബി ബ്രോട്ട് ടു ജസ്റ്റിസ്. കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ദേ വിൽ നോട്ട് ബി സ്പെയർഡ്. അവരെ ആരെയും വെറുതെ വിടില്ല. ദെയർ ഈവിൾ അജണ്ട വിൽ നെവർ സക്സീഡ്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പിലാവില്ല. അവർ റിസോൾവ് ടു ഫൈറ്റ് ടെററിസം ഈസ് അൺഷേക്കബിൾ ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ഈവൻ സ്ട്രോങ്ങർ. ഹീനമായ ഭീകരാക്രമണമാണ് നടന്നത്. വിനോദസഞ്ചാരികളിൽ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചാണ് നിറയൊഴിച്ചത്. ഇതിന് തക്കതായ മറുപടി നൽകണം. അത് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.